അരവൻ്റെ കൈരൻ്റാർ പോൽ ആളൻ്റെ തറിയൻ്റാർ പോൽ കുരവർ ചൊല്ലു ഉപദേശത്താർ കൂറുന്നു ലൊളിയെക്കൊണ്ട് പുരമൻ്റെ ഭുവനമൻ്റെ ഭൂതങ്ങളൻ്റെ ജ്ഞാനം തിരമെൻ്റും പിരമമെൻ്റും തെളിവതേ അപവാദങ്ങൾ. അതായത് ഈ സൃഷ്ടിക്രമം മന്ദാധികാരികൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്നതാണ്. സൃഷ്ടിക്രമം യഥാർത്ഥത്തിൽ പറയണമെങ്കിൽ അജാതവാദം എന്ന് പറയേണ്ട ഇതാണ്. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടേ ഇല്ല. പക്ഷെ നമ്മൾ സ്വപ്നം കണ്ടിരിക്കുന്ന സമയത്ത് ആ തൽദശയിൽ നടക്കുന്നതെല്ലാം സത്യം പോലെ തോന്നുന്ന രൂപത്തിൽ ഇപ്പോഴും ഒരു വലിയ ദീർഘസ്വപ്നത്തിൽ അകപ്പെട്ടിരിക്കുന്നു എന്നാണ് ശ്രുതി നമുക്ക് പറഞ്ഞു തരുന്നത്. വാസ്തവത്തിൽ നമ്മളെല്ലാം ഒരു സ്വപ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊരു ദീർഘസ്വപ്നം എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ യഥാർത്ഥത്തിലൊന്നും സംഭവിക്കാതെ എന്തൊക്കെയോ നടന്നെന്ന് സ്വപ്നത്തിൽ കണ്ടില്ലേ, അതുപോലത്തെ ഒരു പ്രതീതി തന്നെയാണ് ഇത്. അത് വ്യക്തമായി അവർ പറഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ സൃഷ്ടിക്രമം പറയാനുണ്ടായ കാരണം സൃഷ്ടി ഉണ്ടായിട്ടല്ല. ഇതിങ്ങനെ ഒരു സ്വപ്നത്തിൽ ഇങ്ങനെ അകപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ അതാണ് പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സൃഷ്ടി എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ അപവാദക്രമമായിട്ട് ചിന്തിച്ച് അതിൻ്റെ അധിഷ്ഠാനത്തിൽ പോയി ചേരാനാണ്. കണ്ടില്ലേ, നദി ഉത്ഭവിക്കുന്ന അവിടെ നിന്നാണ്, കൊടുമുടികളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി. പക്ഷേ അത് ഇങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. അതാണ് ഒഴുക്ക്. അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ ഇവർ ഈ പ്രോസസ്സ് ഇതാണ്. ഈ ഉത്ഭവിച്ച ഇതിനെ കൊണ്ട് തിരിച്ച് അവിടെ കൊണ്ട് ചേർക്കണം. അതാണ് ഇവിടുത്തെ പ്രോസസ്സ്. ആ രൂപത്തിലാണ് അപവാദം പറഞ്ഞത്. ഈ അപവാദക്രമത്തിൽ ഇങ്ങനെയാണ്: അരവൻ്റെ കയറൻ്റാർ പോൽ ഇത് സർപ്പമല്ല കയറാണെന്ന് തെളിഞ്ഞതുപോലെയും ആളൻ്റെ തറിയൻ്റാർ പോൽ ഈ സാധനം പുരുഷനല്ല കല്ലാണെന്ന് തെളിഞ്ഞതുപോലെയും കുരവർ ചൊല്ലു ഉപദേശത്താൽ ദേശികൻ ഉപദേശിച്ച ഉപദേശം കൊണ്ടും കൂറുനൂലൊളിയെക്കൊണ്ട് ആ ദേശികൻ ഉപദേശിച്ച പ്രകാരമുള്ള ഉപദേശിച്ച് അരുളുന്ന ശാസ്ത്രവിവേകങ്ങളെ കൊണ്ടും ഇത് പുരമൻ്റെ ഭുവനമൻ്റെ ഭൂതങ്ങളൻ്റെ ഇത് ശരീരമല്ല, ഇത് ഭുവനമല്ല, ഇവകൾ ഭൂതങ്ങളല്ല, ഇത് സ്ഥിരജ്ഞാനമെന്നും പിരമമെന്നും ഇത് സ്ഥിരമായ സ്വരൂപജ്ഞാനമെന്നും ബ്രഹ്മമെന്നും തെളിവതേ അപവാദം. സംശയമില്ലാതെ പ്രത്യക്ഷമായി അറിയുന്നത് തന്നെയാണ് അപവാദം എന്ന് പറയുന്നത്. തെളിവതേ അപവാദം എന്നതിൽ സംശയമില്ലാതെ എന്നത് വരുത്തി നാം വേറെ ലോകം വേറെ എന്ന അവിവേക ഇരുട്ടിനെ പോക്കുന്നതിന് ശാസ്ത്രത്താൽ ഉണ്ടാകുന്ന വിവേകത്തെ ഒളി എന്ന് പറഞ്ഞിരിക്കുന്നു. കൂറുനൂൽ ഒളിയെക്കൊണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. സ്ഥിരം എന്നത് സ്വരൂപജ്ഞാനമായ ബ്രഹ്മം അന്ധക്കരണ വൃത്തിരൂപമായ ജ്ഞാനം പോലെ ഉണ്ടായി നശിക്കുന്നതല്ലാതെ ഇരിക്കുന്നതിനെ പ്രകാശിപ്പിച്ചതാകുന്നു. ഗുരു പറഞ്ഞ വഴിയിൽ കൂടി വരിക. ബ്രഹ്മത്തിൽ കൽപ്പിതമായി തോന്നുന്ന ജഗത്ത് ബ്രഹ്മം തന്നെയാകുന്നു. തന്നിൽ നിന്ന് അന്യമല്ലെന്ന് ബാധാസമാനാധികരണത്താൽ അറിയുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കാത്ത സൃഷ്ടി നടന്നു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി അതിൻ്റെ ഒരു കാരണവും അതിൻ്റെ കാര്യവും ഒക്കെ നിരൂപിച്ച് വേദം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് നമ്മളെന്തായാലും കയറാണ് ഉള്ളത്. പക്ഷെ അതിൽ പാമ്പിനെ കണ്ടപ്പോൾ നമ്മൾ അത് തിരിച്ച് കാണുകയാണ്. ഇത് പാമ്പല്ല, ഇത് കയറാണെന്ന് കാണുന്ന പോലെ. ഇതാണ് അപവാദം. അതുപോലെ കുറ്റിയെ കണ്ടു, അല്ലെ ഒരു കല്ല് കഷ്ണത്തിനെ കണ്ടു, പക്ഷേ അതിൽ ഒരാളിനെ കാണുന്നു, അതിനെ ആളിനെ ആരോപിച്ച് കാണുന്നു. ഒരു കുറ്റിയാണ് നിൽക്കുന്നത്, പക്ഷേ കള്ളൻ അതിനെ പോലീസ് എന്ന് കാണുന്നു. ഒരരൻ്റെ വെളിച്ചത്തിൽ ഇവരിങ്ങനെ പാത്ത് വരുന്ന സമയത്ത് കല്ലിനെ പോലീസ് കണ്ടാൽ അത് കള്ള ഒളിച്ചിരിക്കുന്നതെന്ന് കാണുന്നു. പോലീസ് കാണാനെ കള്ള ഒളിച്ചിരിക്കുന്നതെന്ന് കാണും. അപ്പോൾ എല്ലാം ഭാവനയാണ്. ഒരു ഭാവനയാണ് ആ കല്ലിൽ കൽപ്പിച്ച് കാണുന്നത്. അതാണ് ഇവിടെ നിത്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു ഇത് കള്ളനല്ല, ആളല്ല, കല്ലെന്ന് കാണുന്നത് പോലെ. അതുപോലെ ഇത് പാമ്പല്ല, ഇത് കയറെന്ന് കാണുന്നത് പോലെ. അതുപോലെ ഇത് ശരീരമല്ല, ഇത് ഭൂതവുമല്ല, ഇവകൾ ജ്ഞാനമെന്ന് അറിയുന്ന പോലെ. അതെങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പോൾ സംശയം കണ്ടത് എല്ലാവർക്കും. വാസ്തവത്തിൽ ഇതിനെ പ്രകാശിപ്പിച്ചിരിക്കുന്നത് ഈ ജ്ഞാനം തന്നെയാണ്. കാരണം അത് നമ്മുടെ സ്വരൂപമായതുകൊണ്ട് നമുക്കതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ ഒക്കുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ സ്വാഭാവികമായി സ്വരൂപം തന്നെയാണ് ഇതിൽ പ്രവർത്തിച്ചിരിക്കുന്നത്.
പക്ഷേ നമ്മൾ അതിനെ കണ്ടിട്ട് അതിൽ മാത്രം മയങ്ങി നിൽക്കുന്നു. ഇത് ആരാണ്? അതുകൊണ്ട് ഒരു ചോദ്യം തന്നെ ഇതാണ്, ഇത് ആരാണ് കണ്ടത്, ആർക്കാണ് ഈ അനുഭവം ഉണ്ടായത് എന്ന് നോക്കാൻ പറഞ്ഞത് ഈ ഒരു മൂഢതയെ മാറ്റാനാണ്. ഇതാണ് നമ്മുടെ അവിചാരം. മൂഢത എന്ന് പറഞ്ഞാൽ ഇതിനെയാണ്. എന്തെങ്കിലും കണ്ട് മയങ്ങി അങ്ങ് നിൽക്കും. നമ്മൾ വളരെ കിറിഞ്ചിരിക്കുന്ന പറയും, കണ്ട് കിറിഞ്ചി അങ്ങ് നിൽക്കും. എന്ന് വെച്ചാൽ അതിനെപ്പറ്റി പിന്നീടൊരു വിവേകമോ വിചാരമോ ഉണ്ടാവില്ല. ഇവിടെ പിന്നീടൊരു വിചാരം ഇതിൽ ഉണ്ടാവണമെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ ഇത് ജ്ഞാനമാണ് എന്ന് അറിയണം. ആർക്ക് തോന്നി? സ്വാമിയോട് സ്വാമി ചോദിക്കുമ്പോൾ പറയും എനിക്ക് തോന്നി സ്വാമി. അങ്ങനെ എനിക്ക് തോന്നിയെന്ന് ചുമ്മാ വേഗമായിട്ട് പറയാതെ അങ്ങനെയാണെങ്കിൽ ഞാൻ ആരാണെന്ന് നോക്കാൻ പറയും അവർ. അതാണ് അവരുടെ ഉദ്ദേശം. അങ്ങനെ അതിന് തേടി വരുമ്പോൾ അങ്ങനെ ഒരാളില്ല. പക്ഷേ തേടലിൻ്റെ ഫലമായിട്ട് ഇതെല്ലാം താനായിട്ട് ഒരു സമാധി നില ഇതിലേർപ്പെടും. ഇതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഈ ഉദ്ദേശത്തിനെയാണ് അവർ ഇതിനെ തേടാൻ പറഞ്ഞത്. അല്ലാതെ തേടി കണ്ടുപിടിക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല. ഉണ്ടെങ്കിലല്ലേ തേടിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തേടി എന്ന് വെച്ചാൽ വിചാരിച്ച് വിവേകിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ മനസ്സ് സൂക്ഷ്മപ്പെട്ട് സത്വഗുണപ്രധാനമായി സമാധി ഏർപ്പെടും. ഇതിൻ്റെ ഉദ്ദേശം അതാണ്. സമാധി എന്ന് പറയുന്നത് മനസ്സ് എപ്പോഴും ഈ സങ്കല്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതത്തിലാണ് എപ്പോഴും മനസ്സ് എല്ലാവരുടെയും ഇരിക്കുന്നത്. കാരണമുണ്ട്, ഈ ലോക വിഷയങ്ങളിൽ സത്യബുദ്ധിയോടുകൂടി ഇതിൽ താല്പര്യത്തോടുകൂടി അത് കിട്ടണം ഇത് കിട്ടണം എന്നൊക്കെയുള്ള ആ താല്പര്യത്തോടുകൂടി ഒരാൾ ചരിക്കുമ്പോൾ എപ്പോഴും മനസ്സ് സങ്കല്പം ചെയ്തുകൊണ്ടേയിരിക്കും. ഈ സങ്കല്പത്തിനെ ഒന്ന് നിരാകരിക്കുന്നതിനെയാണ് സമാധി എന്ന് പറയുന്നത്. ഒരു സങ്കല്പവുമില്ലാതായി ചമഞ്ഞഹോ, രാമായണത്തിൽ പറയും. സങ്കല്പമെല്ലാം ദൂരത്തള്ളി സുതരാം ദൂരത്തള്ളി, സർവസങ്കല്പങ്ങളെയും സുതരാം ദൂരത്തള്ളി, ഒരു സങ്കല്പവുമില്ലാതായി ചമഞ്ഞഹോ, നിൽക്കുന്ന നിൽപ്പ് തന്നെ നര മൗലികമാണ് മോക്ഷമെന്നറിഞ്ഞാൽ. രാമായണത്തിൽ പറയുന്നൊരു ഭാഗമാണ്. ഇതാണ് അതിൻ്റെ. അപ്പം യഥാർത്ഥത്തിൽ മനസ്സിങ്ങനെ വ്യവഹരിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ സങ്കല്പം ചെയ്തിങ്ങനെ നിൽക്കുന്ന ഒരു നില, ഇതിനാണ് ജാഗ്രത അവസ്ഥയിൽ തന്നെ പറഞ്ഞത്. സ്വപ്നാവസ്ഥ എന്ന് പറയുമ്പം ഈ സങ്കല്പത്തിൻ്റെ ശക്തി അല്പം ഒന്ന് കുറയും, എന്നാലും അവിടെ സങ്കല്പം ചെയ്യാനാണ്. സുഷുപ്തിയിൽ ഈ സങ്കല്പം നിലച്ച് നിൽക്കുന്ന ഒരു നില എല്ലാവർക്കും ഉണ്ട്. അവിടെ പരമസുഖമെന്ന് എല്ലാവരും സമ്മതിക്കുന്ന ഒരു സ്ഥലവുമാണ്. എന്തുകൊണ്ട് സുഖം എന്ന് പിന്നീട് ആലോചിച്ച് മഹത്തുക്കൾ പറഞ്ഞു കൊടുത്തു, അവിടെ നീ ഇതെല്ലാം വിട്ടതാണ് നിനക്ക് സുഖമായിട്ട് ഭവിച്ചത്. അപ്പോൾ ഇതെല്ലാം പിടിച്ചു വച്ചിരിക്കുന്നത് ദുഃഖമെന്നും ഇതിനെല്ലാം വിടുന്നത് ആനന്ദമെന്നും വേദം തന്നെ പറഞ്ഞു കൊടുത്തു. അതിന് തുടർന്നാണ് ശിഷ്യൻ ഇതിനെ ഒന്ന് ഇങ്ങനെ ചെയ്യാൻ ആരംഭിച്ചത്. അതിൻ്റെ ആദ്യത്തെ കാര്യമാണ് നമ്മളീ പറഞ്ഞത്. എന്താണ്? മനസ്സിൽ സങ്കല്പങ്ങളെ വിടാനായിട്ട് പ്രയാസമുണ്ട്. അല്ലാതെ അതിൻ്റെ നിത്യത്തൊഴിൽ അഭ്യാസം പോലെ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം തന്നെ ക്ലാസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സ് സങ്കല്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സങ്കല്പരഹിതമായിട്ട് നിന്ന് ശ്രദ്ധയോടുകൂടി നിൽക്കാൻ പറഞ്ഞത് ഈ സങ്കല്പത്തെ വിടാനുള്ള അർത്ഥത്തിലാണ്. നാമം പറയാൻ പറഞ്ഞ് ഈ സങ്കല്പത്തെ വിടാനുള്ള അർത്ഥത്തിലാണ്. യോഗം ചെയ്യാനും പ്രാണായാമം ചെയ്യാൻ എല്ലാം സങ്കല്പത്യാഗം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപായങ്ങൾ പറഞ്ഞതാണ്. അല്ലാതെ അതല്ല കാര്യം. അതിൻ്റെ ഉദ്ദേശം കണക്കിലെടുക്കുമ്പോൾ മനസ്സ് നിശ്ചലമായി ഈ നിർവികൽപ്പ സമാധിയിൽ വരണം. എങ്കിൽ മാത്രമേ തൻ്റെ അനുഭവം, തനിക്ക് ആ അനുഭവസ്ഥിതി പറഞ്ഞില്ല, ഇത് തൻ്റെ ഉള്ളിൽ അനുഭവിച്ചറിയാൻ മാത്രമേ ഇതിൽ പ്രവൃത്തി പിന്നീട് ഉണ്ടാവൂ. മഹത്തുക്കൾ ചെയ്യുന്നത് തൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഒരു അനുഭവത്തെ ഒന്ന് കാണിച്ചു തരിക എന്നുള്ള ഉദ്ദേശം മഹത്തുക്കൾക്കുള്ളൂ. അവർ പറഞ്ഞു ശരി മനസ്സിലായി എല്ലാം മനസ്സിലായി. പക്ഷെ അത് വാക്യത്തിൽ മനസ്സിലാക്കുന്നതല്ല. തൻ്റെ അനുഭവത്തിൽ ഇത് മനസ്സിലായോ, അനുഭവത്തിൽ ഇത് ധരിക്കാൻ സാധിച്ചു. ഇതാണ് ഇവിടെ ചോദ്യം. ഇപ്പം ഇവിടെ പറയുന്നത് എന്താണ്? അപവാദ വഴിയെ പറഞ്ഞ വേദം എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ആരോപം എങ്ങനെയാണ് ആരോപമുണ്ടായി ഇത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി പ്രതിലോമമായി ചിന്തിച്ച് തൻ്റെ സ്വരൂപത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. 18 പടി ഇറങ്ങി താഴെ വന്നതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ച് കയറണ്ടേ? അത് തിരിച്ചു പോകുന്ന വഴിയാണ് പറഞ്ഞിരിക്കുന്നത്. അവർ പറയുന്നു ഇത് പാമ്പല്ല, ഇത് കയറാണെന്ന് തെളിഞ്ഞതുപോലെ, ഇത് ഭൂതവുമല്ല ശരീരവുമല്ല, ഇത് ജ്ഞാനമെന്ന് തെളിയണം.
സ്ഥിരജ്ഞാനമെൻറ്റും വിരമമെൻറ്റും തെളിവതേ അപവാദം കാണും. ഇത് സ്ഥിരമായ ജ്ഞാനം. സ്ഥിരമായ ജ്ഞാനം എന്ന് അവിടെ എടുത്തു പറയാൻ കാരണം ഇന്ദ്രിയജന്യമായിട്ട് ജ്ഞാനമുണ്ട്. ഇപ്പം ഞാൻ പിന്നെ കണ്ടിട്ട് ഇദ്ദേഹത്തെ കണ്ടിട്ട് പിന്നെ ആ പേര് പറയില്ലേ, അതൊരു ജ്ഞാനം തന്നെയാണ്. അതന്നെയല്ല, ഇത് സ്ഥിരം ജ്ഞാനമാണ്. സ്ഥിരമെന്ന് പറയുമ്പോൾ അത് സ്വരൂപമാണത്. മറ്റതെല്ലാം ഇതിൽ വന്നിട്ട് പോകുന്ന ഇന്ദ്രിയജന്യ ജ്ഞാനം, അന്ധകരണജന്യ ജ്ഞാനം, ഇതെല്ലാം ഇതിൽ സ്ഥിരമല്ലാത്ത ജ്ഞാനങ്ങളാണ്. എല്ലാം ജ്ഞാനം തന്നെ. ജ്ഞാനത്തിൻ്റെ സ്വഭാവമാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പരിശോധിച്ച് പറയാം. ആരാണെന്നുള്ളതാണ് ഒരു സംശയമാണ് മനസ്സ് കിളമ്പി വന്നു എന്ന് പറയുന്നത്. ഇത് വിക്രമനാണ്. അവിടെ സ്വിച്ച് ഓഫ് ചെയ്തു, മനസ്സിൻ്റെ വ്യവഹാരം ശ്രമിച്ചു. ആ സ്വപ്പ ടൈമാണ്, അതാണ് ജ്ഞാനം. അതറിഞ്ഞ ഉടനെ തന്നെ അവിടെ തുറന്നു നിന്ന വ്യവഹാരം ഇല്ലാതെ ഒരു സമാധിയുടെ സ്റ്റേറ്റാണ്. പക്ഷേ നമുക്ക് ഇതിനെ സംബന്ധിച്ച് പറയണമെങ്കിൽ ഇത് വളരെ ക്ഷണികമായിപ്പോയി. അതുകൊണ്ട് ഇത് തുടർന്ന് കിട്ടുന്നില്ല. ഇത് ജ്ഞാനികളെ സംബന്ധിച്ച് എല്ലാം ജ്ഞാനം തന്നെ. കാണുന്നത് കേൾക്കുന്നതോ എല്ലാം ജ്ഞാനം തന്നെയാണ്. അവരെ സംബന്ധിച്ച് അന്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. അതാണ് അവരുടെ ദൃഷ്ടിയാണ് പറഞ്ഞത്, സർവം ഖലു ഇതം ബ്രഹ്മ, അല്ലെങ്കിൽ എല്ലാം ഈശാവാസ്യം ഇതം എന്നൊക്കെ പറഞ്ഞത് അവരുടെ ദൃഷ്ടിയാണ്. ഇതിനാണ് ജ്ഞാനം എന്ന് പറഞ്ഞത്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൻ്റെ വേറൊരു പേര് തന്നെയാണ്. അല്ലാതെ ഇതിലൊരു കർമ്മമോ ക്രിയയോ ഒന്നും അല്ല ഈ ജ്ഞാനം എന്ന് പറയുന്നത്. ഈ ലോകം ഈ ജ്ഞാനത്തിലാണ് പ്രതിഷ്ഠിതം. സകലതും പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഏതിലാണ്? ഈ ജ്ഞാനത്തിലാണ്. ഈ ജ്ഞാനമാണ് ഇതിൻ്റെ ആധാരമായിട്ട് നിൽക്കുന്നത്. ഇങ്ങനെ ഒരു അറിവില്ലെങ്കിൽ, ഈ ബൃഹത്തായ ഈ അറിവില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അറിയാൻ സാധിക്കുമോ? നമ്മൾ പറയുന്ന ഇന്ദ്രിയജന്യമായ അറിവ് പോലും അതിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഇതിനെ കണക്ട് ചെയ്ത് വിചാരം ചെയ്ത് പോകുന്ന ഒരാൾക്ക് മാത്രമേ പതുക്കെ ഒട്ടുന്നൊന്നുമില്ല. കാരണം നമ്മുടെ പഴകി വെച്ച സംസ്കാരം ദൃഢമായിട്ടിരിക്കുകയാണ്. അരക്കിട്ട് ഉറപ്പിച്ച പോലെ സംസ്കാരം പഴകി വെച്ചിരിക്കുകയാണ്. അതിൽ നിന്നും അല്പം ഒന്ന് മാറ്റാൻ ഗുരുക്കന്മാർക്കേ പറ്റും, വേദാന്ത ശാസ്ത്രങ്ങൾക്കും പറ്റും. അത് പക്ഷേ അവരുമായിട്ട് സഹകരിക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതൊക്കെ ഈ പറയുന്ന അർത്ഥശൂന്യമായ കാര്യങ്ങളാണെന്ന് നമുക്ക് ബോധ്യം വരണം. ഇത് അജ്ഞാനജന്യമായൊരു സംസ്കാരത്തിലിരുന്നുണ്ടായ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇത് ജ്ഞാനത്തിന് വിരോധമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാം വിസ്മരിച്ച് ഒരു ഫ്രഷായിട്ട് ഇത് കേൾക്കാനൊക്കെ ചിന്തസ്വാമിയോട് നമ്മളോട് പറയുന്ന ഇതാണ്. സ്വാമി പറയും, നിങ്ങൾ കൈവല്യമൊക്കെ പഠിക്കാൻ വന്നപ്പോൾ ഞങ്ങളുടെ ആദ്യം പറഞ്ഞ ഇത് പണ്ട് പഠിച്ച കാര്യങ്ങൾ ഏതെങ്കിലുമായിട്ടൊന്ന് ഉരച്ചൊന്ന് നോക്കി അതിൻ്റെ സംശയങ്ങളൊന്നും ചോദിക്കുകയും പിടിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് കേട്ടാൽ മതി. ഇത് കേട്ടിരുന്നാൽ മതി. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ വിചാരിച്ച് പഠിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കാര്യത്തിൽ ഉരച്ച് ഇങ്ങനെ കേൾക്കണമെന്ന് തോന്നുന്ന മനസ്സല്ലേ, അതിന് ആ മനസ്സിനെ എടുത്ത് വെളിയിൽ കൊണ്ടുവരണ്ട. ഏകാഗ്രമായിട്ട് ഇത് കേട്ടാൽ മതി. ഇത് ഭൂതമല്ല, ഭുവനമല്ല, ഇത് സ്ഥിരജ്ഞാനമെന്നും ബ്രഹ്മമെന്നും തെളിയുന്നതാണ് അപവാദം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് നമ്മളൊരു ഉപായം പറഞ്ഞു. എന്താണ്? ഇത് ആരാണ് അറിഞ്ഞത്? ഞാൻ ആരാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥ ത്രിപുടി രൂപമായിട്ടാണ് ഈ സംസ്കാരം ഇതിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. കാണുന്നവനായിട്ട് മനസ്സ് തന്നെ കാണുന്നവനായിട്ടും കാഴ്ചകളായിട്ടും ജ്ഞാനമായിട്ടും നിൽക്കും. ഇതൊരു മായാജാലമാണ് യഥാർത്ഥത്തിൽ. അവർ പറയും, നമുക്കത് ബോധ്യപ്പെടാൻ എനിക്ക് സമയമെടുക്കും. ഇതൊരു മായയാണ്. അതുകൊണ്ടാണ് പറഞ്ഞാൽ ഇതെല്ലാം മായ, ഈശ്വരൻ്റെ മായാജാലത്തിൽ അകപ്പെട്ട ഈ ജീവന്മാരെല്ലാം ഭ്രമിച്ചിരിക്കുകയാണ്. ഈ മായാ സൃഷ്ടിയും ഈ മായാജാലവും ഈശ്വരൻ പ്രദർശിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ജീവന്മാർക്ക് മുക്തി കൊടുക്കാനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പരമവിവേകികൾ ഇതെല്ലാം കഥയില്ലാത്തതാണെന്ന് ഉപേക്ഷിച്ച് അവർ നേരെ സന്യാസത്തിലേക്ക് വരും. സന്യാസം എന്ന് പറയുന്ന കാശായിടുന്നത് മാത്രമല്ല, മാനസികമായി ഇതെല്ലാം ഇത്രയേ ഉള്ളൂ എന്ന് കാണുന്നത് തന്നെ സന്യാസം.
ഇതിൻ്റെ ഫലമായിട്ട് പലരും പല രൂപത്തിൽ ചിലർ കാവി ഇട്ടെന്നിരിക്കും, ചിലർ കാവി ഇടാതെ ഇരിക്കും. ഇരിക്കട്ടെ, യഥാർത്ഥത്തിൽ ജ്ഞാനമാണ് സർവത്ര പരിപൂർണമായിരിക്കുന്നത്. എല്ലാത്തിൻ്റെ അടിത്തറയായിരിക്കുന്നത് ജ്ഞാനമാണ്. ഈ ജ്ഞാനം എന്ന് പറഞ്ഞാൽ അതൊരു കർമ്മമോ ക്രിയയൊന്നുമല്ല, തൻ്റെ സ്വരൂപമാണ്, അല്ലെങ്കിൽ വേറെ വിധത്തിൽ പറഞ്ഞ ആത്മാവാണ്. അത് തന്നെ ബ്രോഡായിട്ട് പറയുന്നു ബ്രഹ്മമാണ്. സർവത്ര ബ്രഹ്മമാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അടിത്തറയായിരിക്കുന്നത്. ഇതിനെ അറിയാതിരിക്കുന്നതിനെയാണ് അജ്ഞാനം എന്ന് പറഞ്ഞത്. ഇതെല്ലാം കണ്ടു, ഇത് ആരറിയുന്നു എന്തറിയുന്നു എന്ന് വേദം എത്ര പറഞ്ഞാലും ആരും ആ തിരിഞ്ഞു നോട്ടത്തിന് ശ്രമിക്കില്ല. എന്താണ് കാരണം എന്നറിയാം? അതിന് കഥയില്ലാന്ന് എന്തോ ഒരു മൂഢത അവരെ പിന്നെയും ബാധിക്കും. ഇതിനാരാണോ തിരഞ്ഞ് ചിന്തിക്കുന്നത് അവരിതിൽ കയറി വരും, അവർക്കാണ് ഈ മുക്തി. അപ്പോൾ മുക്തി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ ഇന്നലെ നമ്മുടെ, പക്ഷേ ഇനി എന്തിനാണ് ഈ മോക്ഷവും എന്നൊക്കെ പറയണത്? ഇനി ശരീരം എടുക്കരുത് ഇതിനാണ്. സ്വാമി പറയും എന്തിനാണ് ജനിച്ചതെന്ന് ചോദിച്ചാൽ സാധാരണക്കാർ പറയും മരിക്കാൻ വേണ്ടിയാണ്. എന്തിനാണ് മരിക്കണമെന്ന് ചോദിച്ചാൽ പറയും ജനിക്കാൻ വേണ്ടിയാണ്. ഇവിടെ എന്തിനാണ്? ഇവിടെ മരിക്കരുത്, ഇതാണ് ഇവിടുത്തെ ക്ലാസ്. മരിച്ചാൽ ജനിക്കും. മരിക്കാതിരിക്കാനൊരു വിദ്യ എന്ന് പറയുന്നതിനെയാണ് ആത്മവിദ്യ എന്ന് പറയുന്നത്. ശരിക്കും മരിക്കരുത്. പരീക്ഷിത് മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ ശാപത്തെ തുടർന്ന് അദ്ദേഹം മരിച്ചു പോകുമെന്ന് കേട്ട് വളരെയധികം വിഷമിച്ചു. മരിക്കരുതെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ച് പ്രവർത്തിച്ചത്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇനി ജനിക്കരുതെന്നുള്ളതാണ് അതിൻ്റെ കാരണം. മരിച്ചാൽ ജനിക്കും, അതുകൊണ്ട് മരിക്കരുത്. ആ മരിക്കാതിരിക്കാനുള്ള കാര്യമായിട്ട് അദ്ദേഹത്തിന് ആ പൂർവ്വ ജന്മ പുണ്യം കൊണ്ട് അദ്ദേഹത്തിന് ഭാഗവതം കേൾക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭഗവാനെ സംബന്ധിക്കുന്ന എന്നാണ്. വേദം കേൾക്കാൻ തുടങ്ങി. അപ്പോൾ വേദത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്? വാസ്തവത്തിൽ ഓരോരുത്തരുടെ ഉദാഹരണങ്ങൾ പറയാൻ തുടങ്ങി. അയ്യോ അവരങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അവസാനം അവർ ചത്തു, അവസാനം ഇങ്ങനെയായി, അങ്ങനെ എന്നൊക്കെ പറഞ്ഞു കൊടുത്തില്ലേ? കുറേ കഥകളും അതിൻ്റെ കാര്യങ്ങളും കേട്ട് വന്നപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതിപ്പോൾ ആ പറഞ്ഞയാളുടെ തന്നിൽ ഉദാഹരിച്ചാൽ ഞാൻ തന്നെയല്ലേ ആ ആള്, മനസ്സിലായില്ലേ? ആ രൂപത്തിൽ ഇവർ ഇതിൻ്റെ വിവേകത്തോടുകൂടി ആ ജ്ഞാനത്തെ അടഞ്ഞ് ശാശ്വത മുക്തിയിലേക്ക് അവർ പോയി എന്നുള്ളതാണ് ഇതിൻ്റെ സൂചന. ഇതാണ് തെളിവതേ അപവാദം. ഈ അപവാദത്തെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഗുരുദേവൻ ഈ അപവാദക്രമത്തെ ഒരിക്കൽ ഒരു ചെറിയ പദ്യത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ശ്രീരാമാനന്ദ ഗുരുദേവൻ. സ്വാമി പറഞ്ഞത് ഇതാണ്: ആദി മധ്യാന്ത പൊരുളതാം ബ്രഹ്മം, അതിൽ നിന്നു തോന്നി പ്രകൃതിയും, അത് മൂന്നായി ഗുണം, അതിൽ ജീവേശ്വര ജഗത്തെന്നാരൂപം ഉളവായി, അതിനെല്ലാം സാക്ഷി അഖിലേശ നീ എന്ന അപവാദത്താൽ അതറിഞ്ഞിടാം, ഗുരുവായൂർവാണങ്ങരുളും ശ്രീകൃഷ്ണ ഭഗവാനെ തൃക്കാൽ വണങ്ങുന്നത്. ഒരു ആരോപത്തെയും അതിൻ്റെ അപവാദ ക്രമത്തെയും കൂടെ സ്വാമി ഇതിൽ ഒരു പദ്യമായിട്ട് ചമച്ച് ഒരാൾക്ക് കൊടുത്തതാണ്. ഇതാണ് ഈ അപവാദ വഴിയാണ് നമ്മളെ നിഷ്ഠ എന്ന് പറയുന്നത്. അതിനാണ് അവർ പറഞ്ഞു ഇതെല്ലാം മിഥ്യയാണ്, ഇല്ലാത്തതാണെന്ന് ഉപേക്ഷിച്ച് ഇത് സംബന്ധിച്ചുള്ള മനോരഥങ്ങളില്ലാതെ ശാന്തമായി ഏകാഗ്രമായിട്ട് അങ്ങനെ ഒരു സമാധി, അങ്ങനെ ഒരു സവികല്പ സമാധി എന്നാണ് എൻ്റെ പേര്. ഇത് പഴകി അങ്ങനെ കഴിയുന്നതാണ് നിഷ്ഠ. മനസ്സിൽ വൃത്തിയില്ലാതെ വെറും വൃത്തിയായിട്ടിരിക്കുക. വെറും വൃത്തി എന്ന് പറയുന്നത് ആ വൃത്തിയും കൂടെ ഇല്ലാതാകുമ്പോഴേ സുഷുപ്തിയായി പോകും, ഉറക്കമായി പോകും. അപ്പോൾ ഒരു വെറും വൃത്തി മാത്രമായിട്ടിരിക്കുക. ആ വൃത്തിയിൽ ഒരു നാമരൂപാകാരം വരാതെ കേവലം വൃത്തിയായിട്ട് അങ്ങനെ ഇരുന്ന് പഴകുന്നതിനെയാണ് നമ്മൾ പറയുന്നത് നിഷ്ഠ. ഇങ്ങനെ നിഷ്ഠ ചെയ്തിരിക്കുന്നവരാണ് മഹത്തുക്കൾ. അവരുടെ മനസ്സിൽ ഈ ലോക കാര്യങ്ങൾ മറ്റുമെല്ലാം എടുത്തു കളയാൻ അവർ സ്വീകരിച്ച ഉപായം എന്ന് പറയുന്നത് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ധ്യാനം. ആ ധ്യാനത്തിൽ അങ്ങനെ ആ ബ്രഹ്മാസ്മി എന്നുള്ള ആ ഇരുപ്പ് അങ്ങനെ ഇരുന്ന് ഇത് പറയുന്നു, ഈ ജ്ഞാനം സ്വയംഭൂവാണ്, ഇത് ആരെങ്കിലും കൊടുക്കണതല്ല, ഇത് നമ്മുടെ സ്വരൂപമാണ്. പക്ഷേ അതിപ്പോൾ തൽക്കാലം അതിപ്പം മറഞ്ഞിരിക്കുകയാണ്, ഒരു ആവരണം കൊണ്ട് അത് മറഞ്ഞുപോയി.
വേറൊന്നുമില്ല, ഈ ലോക വസ്തുക്കൾ മേലിരിക്കുന്ന ആശകൾ, അത് സംബന്ധിച്ചുള്ള വ്യവഹാരങ്ങൾ, വേറൊന്നുമില്ല ഇതിൽ. ഇത് കഥയില്ലെന്ന് തോന്നിപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് ഭഗവാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു ജീവിയെ മോക്ഷമടയിക്കാൻ തന്നെയാണ് ഈശ്വരൻ നമുക്ക് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊന്നും ചിലർക്ക് ആഗ്രഹിച്ച് കിട്ടാതെ പോണത്. പലതും കിട്ടാതെ പോകും. ആഗ്രഹിച്ചെല്ലാം കിട്ടുമോ കൃഷ്ണന്? ഒന്നും കിട്ടൂല. ആഗ്രഹിക്കുന്നത് കിട്ടൂല എന്നാണ് പറയുന്നത്. കാരണം ഭഗവാന്റെ ഉദ്ദേശം അതല്ല, കൊടുക്കലല്ല, എല്ലാം എടുക്കലാണ്. എടുത്തിട്ട് എന്ത് ചെയ്യും? ഇവനെ ജ്ഞാനത്തിനാക്കി ഇവനെ രക്ഷപ്പെടുത്തണമെന്ന് ഉള്ള കാരുണ്യം കൊണ്ട് ചെയ്തു വെച്ചിരിക്കുകയാണ് രാത്രി. ഇത് മനസ്സിലാക്കിയ ഒരു മഹത്തുക്കൾ മാത്രമേ ഉള്ളൂ, നമ്മളാരും ഇല്ല. ഇത് നല്ലപോലെ ബോധമുണ്ടായാൽ ഈ മനസ്സടങ്ങിയാൽ ഈ പറഞ്ഞ ജ്ഞാനം, ഇത് ഉപദേശിക്കുന്ന ഈ ജ്ഞാനം ഫലിക്കും. എന്തുകൊണ്ട് ഫലിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അവർ പറയുന്നു അടങ്ങിയെന്ന് പറഞ്ഞാലും അടങ്ങിയില്ല. എന്തൊക്കെയോ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മനോരഥം കിടക്കുകയാണ്. അതാണ് അവർ കാണുന്നത്. അതുകൊണ്ട് വീണ്ടും 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 ഈ ശോധന ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. വയറിളക്കാൻ നമുക്കറിയാം അല്ലേ? അതിന് മറ്റേ നീർവാള കൊടുത്തതൊക്കെ. പക്ഷെ മനസ്സിൻ്റെ അഴുക്കുകളാണ് ഇങ്ങനെ വിചാരം, ഈ പറഞ്ഞ രീതിയിൽ ആത്മവിചാരം ചെയ്ത് ഈ മനസ്സിനെ ശോധിക്കണം. അതിൻ്റെ അഴുക്ക് അത്രയും കളഞ്ഞു വരുമ്പോൾ ഈ സ്വാഭാവികമായിട്ട് ജ്ഞാനം ഒരു പുതിയതായി വരുന്ന ഒരു സംഗതിയല്ല. ഇത് തൻ്റെ സ്വരൂപമായിട്ട് എന്നേയിരിക്കുന്നു. ഇത് വരുന്നവരും ഇത് അനുഭവിച്ചവരും പറയുന്നു ഇത് ഈ രീതിയിൽ തന്നെയല്ലേ ഞാൻ എന്നേ ഇരിക്കുന്നത്. പക്ഷേ എനിക്കത് എന്തുകൊണ്ടോ ഉണരാൻ പറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇത് പ്രത്യക്ഷമായി എൻ്റെ അനുഭവമല്ലേ സ്വാമി എന്നാണ് ഓരോരുത്തരും ചോദിച്ചിരിക്കുന്നത്. ചിന്മയാനന്ദ സ്വാമി ഇവിടെ നിന്ന് അവിടെ ചെന്നു. സ്വാമിക്ക് സത്യം പറഞ്ഞാൽ ആ സമയത്ത് സ്വാമി അനുഭവത്തിൽ നിൽക്കുകയാണ്. ഈ ശരിക്കും പറഞ്ഞ ആത്മാനുഭവത്തിൽ നിൽക്കുന്ന സമയമാണ്. പക്ഷെ സ്വാമിക്ക് അറിഞ്ഞൂടെ താൻ ആത്മാനുഭവത്തിൽ നിൽക്കുകയാണ്, മറ്റുള്ളവരൊക്കെ വേറെ രൂപത്തിലാണ്, എല്ലാവരും ഇങ്ങനെയാണെന്നാണ് സ്വാമിയുടെ ഒരു വിചാരമായിരുന്നത്. അവിടെ ചെന്നപ്പോഴല്ലേ സ്വാമിക്ക് ഒരു കാര്യം മനസ്സിലായി. വിപ്രാശാന്ത സ്വാമി ഓടി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, മോനെ അത് തന്നെ മോനെ വസ്തു എന്ന് പറഞ്ഞു. അപ്പം സ്വാമിക്ക് എന്തിനാണെന്ന് പിടികിട്ടിയില്ല. ആണ് അവർ സഹജമായിട്ട് അതിൽ നിൽക്കുകയാണ്. എല്ലാവരും ഒരുപോലെയല്ല. എപ്പോഴും തണലത്ത് നിൽക്കുന്ന ആളിന് എന്തൊരു തണുപ്പറിയാൻ നോക്കും. വെയിലത്തുനിന്ന് കയറി വരുന്നവരല്ലേ തണുപ്പിനെ പറ്റിയുള്ള അറിവ് വരാൻ ഒക്കുള്ളൂ അല്ലേ സുരേഷ്? സകല സമയവും തണുപ്പിൽ നിൽക്കുന്നവരെങ്ങനെ തണുപ്പിനെ പറ്റി പറയാൻ പറ്റൂ? അവർ സഹജമായി അതിന് താതാമ്യപ്പെട്ടു പോയില്ല. ഇങ്ങനെയാണ് ജ്ഞാനികൾ നിൽക്കുന്നത്. ജ്ഞാനികളുടെ ചോദിക്കുന്നത്, സ്വാമി നിങ്ങൾ അനുഭവത്തിൽ നിൽക്കുന്നതെന്നൊക്കെ പറയുന്ന കേട്ടു, എന്താണ് സ്വാമി നിങ്ങൾ അങ്ങനെ നിൽക്കുന്നത് ഇങ്ങനെ നിൽക്കുന്നതൊക്കെ ചോദിച്ചാൽ അവർ പറയേ ആര് പറഞ്ഞു? അവർക്ക് അറിഞ്ഞൂടാത്. ഇത് എങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ ചിന്മയാനന്ദ സ്വാമിയിൽ നിന്നാണ് മനസ്സിലായിരിക്കുന്നത്. താൻ നിൽക്കുന്ന നില ഒരു വ്യത്യസ്തമായ നിലയാണെന്ന് അവർക്ക് തോന്നൂല. ഇതിനാണ് സഹജ സ്ഥിതി എന്നാണ് എൻ്റെ പേര്. സ്വരൂപത്താ പറഞ്ഞത്, കൈവല്യത്തിൽ പറയുന്നത് ഇതാണ്, ഞാനേ സ്വരൂപ സ്വഭാവമാനേ. ആ സ്വരൂപത്തിൻ്റെ സ്വഭാവത്തിലേക്ക് താനായിപ്പോയി. ഇതാണ്. അപ്പോൾ അതിനുള്ള യുക്തികൾ മറ്റുമൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വേറെ ഒന്നുമില്ല. പറയണം വേറെ എന്ന അവിവേക ഇരുട്ടിനെ പോക്കുന്നതിന് ഞാൻ വേറെ നാം വേറെ ലോകം വേറെ എന്ന അവിവേക ഇരുട്ടിനെ പോക്കുന്നതിന് ശാസ്ത്രത്താൽ ഉണ്ടാകുന്ന വിവേകത്തെ ഒളി എന്ന് പറഞ്ഞിരിക്കുന്നു. കൂറുന്നൂൽ വെളിച്ചം കൊണ്ടും എന്നും ജ്ഞാനം തിരമെൻറ്റും പിരമമെൻറ്റും എന്നും പാഠമുണ്ട്. ജ്ഞാനം തിരമെൻറ്റും പിരമമെൻറ്റും ഇതൊക്കെ പറയുന്നതൊക്കെ പാഠഭേദങ്ങൾ പറഞ്ഞിരിക്കുന്നു. സ്ഥിരം എന്നത് സ്വരൂപജ്ഞാനമായ ബ്രഹ്മം തന്നെ. സ്ഥിരം എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം നമ്മൾ പറയും പോലെ ഒരു കോൺസ്റ്റൻ്റ് എന്നുള്ള അർത്ഥത്തിലല്ല. സ്ഥിരം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്നുള്ള അർത്ഥത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. സ്ഥിരമെൻറ്റും അന്ധക്കരണ വൃത്തിരൂപ ജ്ഞാനം പോലെ ഉണ്ടായി നശിക്കുന്നതല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്ധക്കരണത്തിൽ വരുന്ന ജ്ഞാനങ്ങളൊക്കെ ഉണ്ടായി നശിക്കുന്നതാണ്. ഓരോന്നും ജ്ഞാനം തന്നെ, അറിയുന്നതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ ആ രൂപത്തിലുള്ള ജ്ഞാനത്തെ അല്ല ഈ പറഞ്ഞത്. ഇത് സ്ഥിരമായിട്ടുള്ള ജ്ഞാനമാണ്, അത് ഉണ്ടായി നശിക്കുന്ന ജ്ഞാനമായി. ഈ അന്ധക്കരണ ഇന്ദ്രിയങ്ങളിലൊക്കെ ഉണ്ടായി നശിക്കുന്ന ജ്ഞാനമാണ് അതിലുള്ളത്. ഇത് സ്ഥിരമായ ജ്ഞാനമാണ്. അത് തൻ്റെ സ്വരൂപ നിലയാണ്. അത് തന്നെയാണ് തൻ്റെ യഥാർത്ഥ അടിത്തറയായിട്ടിരിക്കുന്നതെന്ന് അറിഞ്ഞവരെയാണ് ജ്ഞാനികളായിട്ട് പറഞ്ഞത്. അവർക്കാണ്
ഈ ലോക വസ്തുക്കളിലുള്ള ഭ്രമം കംപ്ലീറ്റ് ഇല്ല. അതായത് വൈരാഗ്യം ഉണ്ടായിരുന്ന അവർക്കാണ്. മറ്റുള്ളവർക്ക് വൈരാഗ്യം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഉണ്ടായില്ല. വിരക്തി പൂർണ്ണമാവുന്ന ആർക്കാണെന്ന് ചോദിച്ചാൽ അനുഭവ സമ്പത്തി വന്ന ഒരു ജ്ഞാനിക്ക് മാത്രമേ ഉണ്ടാവൂ. മറ്റവർക്കൊക്കെ അവർക്ക് ഈ ബലം പിടിച്ചുള്ള ഇതൊക്കെ കാണും, പക്ഷേ അവർക്ക് ഉണ്ടാവില്ല. കാരണം ഇതിൻ്റെ ജ്ഞാനമില്ലാതെ ഈ വൈരാഗ്യം അവിടെ ഉണ്ടാവില്ല. ജ്ഞാനവൈരാഗ്യ സിദ്ധ്യത്വം ഭിക്ഷാന്തേ അല്ലേ, ജ്ഞാനവൈരാഗ്യം എന്നാണ് പറഞ്ഞത്. ജ്ഞാനം ഉണ്ടാവും, വൈരാഗ്യം എങ്ങനെ ഉണ്ടാവും? മറ്റേ പിന്നെയുള്ള അത് മുമ്പ് പ്രാക്ടീസ് ചെയ്യുന്ന വൈരാഗ്യമെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് മാത്രമാണ്. അങ്ങനെ ചെയ്യില്ല, അത് അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇതല്ല വൈരാഗ്യം. വൈരാഗ്യം എന്ന് പറയുന്നത് സർവത്ര തൻ്റെ സ്വരൂപം മാത്രമായിട്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, ഗുരു പറഞ്ഞ വഴിയിൽ കൂടി വരിക. ബ്രഹ്മത്തിൽ കൽപ്പിതമായി തോന്നുന്ന ജഗത്ത് ബ്രഹ്മം തന്നെയാകുന്നു, തന്നിൽ നിന്നും അന്യമല്ലെന്ന് ബാധാസമാനാധികരണത്താൽ അറിയുക. ഈ പറഞ്ഞതിന് യുക്തികളുണ്ട്. ഇതെല്ലാം നമ്മൾ പറയുന്നതിനെക്കാട്ടി ചിന്തിക്കുകയാണ് വേണ്ടത് നിങ്ങൾ. എങ്കിലും ഞാനൊരു യുക്തി പറയാം. നമുക്കറിയാം, കയറിൽ പാമ്പിനെ തോന്നി ആ പാമ്പ് പ്രകാശിച്ചു എന്ന രൂപത്തിൽ നമ്മൾ കാണുമ്പോഴും അങ്ങനെ ഒരു പാമ്പ് അതിലില്ല. പിന്നെ പ്രകാശിച്ചിരിക്കുന്നു എന്നുള്ള രൂപത്തിൽ എന്താണ് അവിടെ ഉള്ളത്? കയറ് തന്നെയാണ്. പക്ഷെ അതിൽ ഒരു വ്യക്തത ഇല്ലാതെ അറിയുന്ന രൂപത്തിൽ അങ്ങനെ ആയിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ പ്രകാശിക്കുന്ന സ്വഭാവം ഈ പറഞ്ഞ വസ്തുവിന് മാത്രമേ ഉള്ളൂ. ഈ ലോക വിഷയങ്ങൾക്കൊന്നും പ്രകാശമില്ല. ഇത് അനന്തജഡ ദുഃഖരൂപമാണ്. പക്ഷെ ഇത് പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത് പ്രകാശിക്കുന്നു? ആ സ്വരൂപമാണ് പ്രകാശിക്കുന്നത്. ഇതിൻ്റെ പുറകിൽ ഇരുന്ന് ആ സ്വരൂപം പ്രകാശിക്കുന്നതിനെ നമുക്ക് അറിയാനൊക്കാത്തതുകൊണ്ട് നമ്മൾ പിന്നെ ആരോപിക്കുകയാണ്. അത് പ്രകാശിച്ചു, ഇത് പ്രകാശിച്ചു എന്ന് ആരോപിക്കുകയാണ്. യഥാർത്ഥമല്ല. അതുകൊണ്ട് അവർ പറഞ്ഞു, ഇതെല്ലാം പ്രകാശം എന്ന് പറയുന്നത് തൻ്റെ ആത്മവസ്തുവിൻ്റെ സ്വരൂപമാണ്. പറഞ്ഞില്ല, സത്ത്, ചിത്ത്, ആനന്ദം, ഇത് മൂന്നും ഒരു ജഡവസ്തുവിലില്ല. അത് അങ്ങനെ ജഡവസ്തുവിൽ കാണുന്നെങ്കിൽ അത് എന്ത് പ്രകാശിക്കുന്നു? ആത്മാ പ്രകാശിക്കുന്നതാണത്. ഇങ്ങനെ മനസ്സിലായിക്കോളാം. ഇത് ഇങ്ങനെ ഉറച്ച് പറയാൻ ചെയ്യണതിനും അറിയാം. ഇത് എത്ര പറഞ്ഞാലും ഇത് ഈ പറയുന്ന ആൾക്ക് പോലും അതിൽ ആ ദൃഢത വരാൻ പ്രയാസമുള്ള കാര്യങ്ങളാണ്. ദൃഢത വരാൻ വേണ്ടി വീണ്ടും 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 ഇതിനെ മനനം ചെയ്ത് ഉറപ്പിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതങ്ങ് ഫലിക്കും. എന്തുകൊണ്ടാണ് ഇത്രയും മനനം ചെയ്യുകയും ഇത്രയും ഉറപ്പിക്കുകയും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, മറ്റേ ഉറച്ച് എത്രയും ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കുകയാണ്. മറ്റേ ആളെ അവനെ ഒന്ന് തേച്ച് കളയാൻ വേണ്ടിയാണ് ഇത്രയും പാടുപെടുന്നത്. അല്ലെങ്കിൽ ഒരു നിസ്സാര കാര്യങ്ങളോ ജ്ഞാനം കൊണ്ട് ഒരു ചൊല്ലു മതി. ചെറിയൊരു ചൊല്ലുകൊണ്ട് തന്നെ ഈ ജ്ഞാനം ഇതിൽ ഫലിക്കും. ശുഖബ്രഹ്മർഷിക്ക് എത്ര സമയമെടുത്തു? ജനകമഹാരാജ ഒരു ചൊല്ലു കൊടുക്കുന്നപ്പോൾ തന്നെ അദ്ദേഹം ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപൂർണ്ണ ജ്ഞാനസ്ഥനായി 7ാം ഭൂമിയിലാണ് പോയി നിന്നത്. അവധൂത വൃത്തിയിലേക്ക് പോയി. അത് നടന്നങ്ങ് പോയെന്നാണ് പറയുന്നത്. പോയി വസ്ത്രങ്ങൾ ഒളിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിഞ്ഞുകൂടാ. ആ രൂപത്തിൽ നടന്നു പോയെന്നാണ്. ശരി, അത്രേ ഉള്ളൂ. ജ്ഞാനം ഫലിക്കുക എന്നുള്ളത് അത്ര വലിയ കഠിനമല്ല. പക്ഷേ നമുക്ക് ഈ എന്തുകൊണ്ടാണ് പിന്നെ ഇത് കഠിനമായിട്ട് തോന്നിയോ അത്രയ്ക്കും ഈ പറയുന്ന അനാത്മവൃത്തികൾ നമ്മളെ സ്വാധീനിച്ചിരിക്കുകയാണ്. ഇതിനെ ഒന്ന് മാറ്റാൻ വേണ്ടി എടുക്കുന്ന സമയമാണ് ജ്ഞാനം ഫലിക്കാൻ എടുക്കുന്ന സമയം. അല്ലെങ്കിൽ വേറെ ഒരു സമയത്തിൻ്റെ ആവശ്യമേ. ഇതൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ അവർ കാണും, ഓ അത് ശരി, ഇങ്ങനെ അവർ എടുത്തോണ്ട്. 46ാമത്തെ പദ്യം പറഞ്ഞത് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: ഉണ്ടായി നശിക്കുന്ന അന്ധകരണ ഇന്ദ്രിയങ്ങളുടെ ജ്ഞാനം പോലെയുള്ളതല്ല ഇത് സ്ഥിരമായ ജ്ഞാനമാണ്. ഇത് തെളിവതേ അപവാദം എന്ന് പറഞ്ഞാൽ സ്ഥിരമാണെന്നും ബ്രഹ്മമാണെന്നും തെളിയുന്നത് തന്നെയാണ് അപവാദം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപവാദ ക്രമം അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ബ്രഹ്മത്തിൽ കൽപ്പിതമായി തോന്നുന്ന ജഗത്ത് ബ്രഹ്മം തന്നെയാകുന്നു, തന്നിൽ നിന്ന് അന്യമല്ലെന്ന് ബാധാസമാനാധികരണത്താൽ അറിയുക. ഇനി ബാധാസമാനാധികരണം എന്ന് പറയുന്ന ഒരു ടേം അവിടെ വന്നില്ലേ? ബാധ എന്ന് പറഞ്ഞാൽ അതിനെ മാറ്റി കാണുന്നതിനാണ് ബാധിക്കുക എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒന്നിനെ ബാധിക്കുക, ഇതിനെ ഒന്ന് വിമർശിക്കുക. ഇപ്പം ജീവനും ബ്രഹ്മവുമായിട്ട് പിന്നെ ഈശ്വരനുമായിട്ട് ഐക്യമില്ല. അതിൻ്റെ കാരണം ജീവൻ കിഞ്ചിഞ്ച ഉപാധിയോടുകൂടി നിൽക്കുന്നു, ഈശ്വരൻ
സർവജ്ഞത്വ ഉപാധിയോടുകൂടി നിൽക്കുന്നു. എങ്ങനെയാണ് സർവജ്ഞത്വവും കിഞ്ചിഞ്ചത്വവുമായിട്ട് ചേരണത്? ചേരില്ല. അപ്പോൾ അവർ പറയും, അവരുടെ ഉപാധികളെ ബാധിക്കാൻ പറയും, മാറ്റി നിർത്താൻ പറയും. അപ്പോൾ ഉപാധിയെ മാറ്റി നിർത്തി ഈ ചൈതന്യങ്ങൾക്ക് തമ്മിലുള്ള ഐക്യത്തെയാണ് തത്വമസി പറയുന്നത്. എന്തിനാണ്? ഈ ജീവൻ, ഈ ഈശ്വരൻ, ഈ ജീവൻ തന്നെ, ഈ ജീവൻ ഈശ്വരൻ തന്നെ. ഏതർത്ഥത്തിലാണ്? ഈശ്വര ജീവൻ എന്നുള്ള അർത്ഥത്തിലല്ല, രണ്ടും ബ്രഹ്മം തന്നെ എന്നുള്ള അർത്ഥത്തിലാണ്. എല്ലാം ഇതിൻ്റെ അധിഷ്ഠാനമായിട്ടിരിക്കുന്നത് രണ്ടിൻ്റെയും ബ്രഹ്മം തന്നെയാണ്. ആ നിലയ്ക്കാണ് പറഞ്ഞില്ലേ, മാലയും കമ്മലും ഒന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുമോ ശ്രീനി? രണ്ടും രണ്ടാണ് അല്ലേ, രണ്ട് തരം, രണ്ട് രൂപം, രണ്ട് നാമക്കൾ. പക്ഷെ അത് ഒന്നാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ആ രണ്ട് സ്വർണ്ണമെന്ന് കാണണം. അപ്പോൾ രണ്ടും സ്വർണ്ണമെന്ന് കാണുന്ന രൂപത്തിൽ അത് ഒന്നാണ്. ഇതുപോലെ ഇതെല്ലാം ആത്മാവെന്ന് കാണുന്ന രൂപത്തിൽ ഇതെല്ലാം ഒന്ന് തന്നെയാണ്, ഒരു ഭേദവുമില്ല. ഈ രൂപത്തിലുള്ള ദർശനത്തിനെയാണ് ജ്ഞാനമെന്ന് പറയുന്നത്. അഭേദ ദർശനം ജ്ഞാനം. ഇപ്പം എന്താണ് നമുക്ക് ഈ മായ എന്ന് പറയുന്നത്? ഈ ഭേദ ദർശനത്തെയാണ്. ഇത് പാത് വേറെ, ഞാൻ വേറെ, നിങ്ങൾ വേറെ, ഞാൻ വേറെ, ഈ ലോകം വേറെ, ജഗത്ത് വേറെ, ഞാൻ വേറെ, ഈ രൂപത്തിൽ എല്ലാം ഭേദമായി തോന്നിക്കൊണ്ടും അത് സംബന്ധിച്ച് ഭേദമായി തോന്നിക്കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം? രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽബത എന്ന് വെച്ചാൽ അത് സംബന്ധിച്ചുണ്ടായ അനർത്ഥങ്ങൾ ഉണ്ടാവതല്ല, പറഞ്ഞറിയിക്കാൻ പറ്റില്ലെന്ന് എഴുത്തച്ഛൻ പാടിയിരിക്കുന്ന ഇതിനെയാണ്. രണ്ടെന്ന് കണ്ടപ്പോൾ അത് സംബന്ധമായ ഉദയമായ വിഷമങ്ങളെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്കും കൊടിയ വ്യവഹാരത്തിൽ അകപ്പെടുകയാണ് അത്. ഇതിനെ ഒന്നൊന്ന് കാണുന്നതിനെയാണ് ജ്ഞാനമെന്ന് പറയുന്നത്. ആ ഒന്നൊന്ന് കാണുന്നതിന് എന്ത് വേണം? നേരത്തെ അപവാദക്രമം പറഞ്ഞ എങ്ങനെയാണ്? ഇത് പാമ്പല്ല, ഇത് കയറാണെന്ന് കാണണം. അതിന് എന്ത് വേണം? ഇതിനെ സൂക്ഷിച്ച് നിരീക്ഷിക്കണം. നിരീക്ഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ, പാമ്പെന്ന് പറഞ്ഞാൽ അത് അനങ്ങണം, അല്ലെങ്കിൽ അത് ഇങ്ങനെ അതിന് ചീറണം, ശബ്ദം ഉണ്ടാവണം, ഏത് രൂപത്തിലായാലും. ഇത് ഞാൻ ഭൗതിക ഉദാഹരണം പറഞ്ഞതാണ്. നോക്കി വരുമ്പോൾ അത് കയറാണെന്ന് കാണും, അത് കയറ് തന്നെയാണ്, അത് പാമ്പല്ല. അവരെ പറഞ്ഞു വിടൂ, പാമ്പ് കിടക്കുന്നു പറയും. എന്നാൽ തന്നെയും അതിനെ ശ്രദ്ധിച്ച് നിരീക്ഷിച്ചാൽ അത് കയറാണെന്ന് കാണാം. ഇതുപോലെയാണ് എല്ലാം. ഈ ലോകം, ഈ ജഗത്തും ഈ ബ്രഹ്മവും തങ്ങളിൽ രണ്ടായിട്ട് നിൽക്കുന്നു. വാസ്തവത്തിൽ ഇതിനെ ശ്രദ്ധിച്ചാൽ അവർ പറയുന്നു ഇത് ബ്രഹ്മമെന്ന് കാണാം. അത് എങ്ങനെയെന്നുള്ളത് അനുഭവിച്ചറിയാനുള്ള കാര്യങ്ങളാണ്. അതിനെ സൂക്ഷിച്ച് നിരീക്ഷിക്കുമ്പോൾ എന്ത് സംഭവിക്കും? പിന്നെ ശ്രീനി, മനസ്സ് ഏകാഗ്രമാവും. മനസ്സ് എപ്പോഴും ഏകാഗ്രമാവുമോ അപ്പോഴും മനസ്സ് സത്വഗുണ പ്രധാനമായി വരുമെന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. മനസ്സ് എപ്പോഴും സത്വഗുണമായ പരിണാമം വരുമോ അപ്പോഴും ഈ സമാധി അവസ്ഥ ഇതിനുണ്ടാവും. അങ്ങനെ ഉണ്ടായി ഇത് തങ്ങളിലുള്ള ഐക്യത്തെ അത് കാണിക്കും. ഈ ഐക്യാനുഭവമാണ് ജ്ഞാനമായിട്ടിരിക്കുന്നത്. 47ാമത്തെ പദ്ധതി പറയുന്നു, പടവും നൂലും പോർ ചെയ്ത പണിയും പൊന്നും പോർ പാർക്കിൽ കുടമും മണ്ണും പോലൊണ്ടാം കാര്യകാരണങ്ങൾ ഉടൻ മുതൽ സ്വഭാവമീറ ഒന്നിലൊൻ്റെ ഒതിത്താറ് അടവിനിൽ ഒടുക്കിക്കാൺപത് അപവാദ ഉപായമാമേ. നമ്മൾ ആദ്യം എപ്പോഴും ആ മുഖ്യ സിദ്ധാന്തം പറയും. അത് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് അടുത്ത രണ്ടാമത് അല്പം കുറച്ച് അതിനെ പറയാം. അവർ പറയാണ്, സ്വാമിയുടെ വ്യാഖ്യാനം വായിക്കുമ്പോൾ മനസ്സിലാവും. വ്യാഖ്യാനം: കാര്യകാരണങ്ങൾ കാര്യമായ ജഗത്തെയും അതിനുപാദാന കാരണമായ ബ്രഹ്മത്തെയും പാർക്കിൽ, അതായത് എങ്ങനെയാണ് പാർക്കെന്ന് വെച്ചാൽ ശ്രുതി തർക്ക അനുഭവങ്ങളാൽ ശ്രുതിയെ കൊണ്ട് നോക്കി, പിന്നീട് തർക്കം എന്ന് വെച്ചാൽ അത് സംബന്ധിച്ചുള്ള യുക്തികളെ കൊണ്ട് നോക്കി, യുക്തികളുണ്ട്, ആ യുക്തികൾ കൊണ്ട് നോക്കി, അത് കഴിഞ്ഞതിന് ശേഷം അനുഭവം കൊണ്ട് നോക്കി. ശ്രുതി തർക്ക അനുഭവങ്ങളെ കൊണ്ട് ഇതിനെ നോക്കിയപ്പോൾ അനുഭവങ്ങളാൽ വിചാരിക്കുമ്പോൾ പടവും നൂലും പോൽ കാര്യമായ പടവും അതിനുപാദാന കാരണമായ നൂലും പോലെയും ചെയ്ത പണിയും പൊന്നും പോൽ ചെയ്യപ്പെട്ട കാര്യമായ ആഭരണവും അതിനുപാദാന കാരണമായ പൊന്നും പോലെയും കുടവും മണ്ണും പോൽ കാര്യമായ ഘടവും അതിനുപാദാന കാരണമായ മണ്ണും പോലെയും ഒന്നാം അനന്യമാകുമെന്നല്ലാതെ അന്യമല്ല. അപ്പോൾ കാര്യകാരണങ്ങളെ പരിശോധിക്കുകയാണ്. അപ്പോൾ അവരാദ്യം പറഞ്ഞത് പടവും നൂലും.
ഈ നൂലിങ്ങനെ ഒരു പ്രത്യേക രൂപത്തിൽ നെയ്ത് വരുമ്പോൾ അതിലൊരു ചിത്രം ഫോമാവും അല്ലേ? യഥാർത്ഥത്തിൽ ചിത്രം എന്ന് പറയുന്നത് നൂലല്ലാതെ മറ്റോ വല്ലതും ആണോ? നൂല് തന്നെ. അതിൻ്റെ നെയ്ത്തിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് അതിലൊരു പടം ഫോമാവും. അപ്പോൾ പടവും നൂലും പോൽ ചെയ്ത പണിയും പൊന്നും പോൽ പാർട്ടി. സ്വർണ്ണത്തിൽ വരുന്ന ആഭരണങ്ങളെല്ലാം വാസ്തവത്തിൽ പല രൂപത്തിലും നാമത്തിലും വന്നെങ്കിലും അത് ഈ പറഞ്ഞ കാര്യകാരണമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു പറയുന്നു, ഇതിന് പറയും ഉപാദാന കാരണമെന്നാണ് പറയുന്നത്. ഈ പൊന്നിനെ അവിടെ ഉപാദാന കാരണമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഈ നൂലിന് ഉപാദാന കാരണമായിട്ട് പറയും. ആ പണി എന്ന് പറയുന്നത് അതിൽ വന്നിരിക്കുന്ന പടം. അപ്പോൾ കാര്യകാരണ രൂപത്തിൽ ഇതിനെ ചിന്തിച്ചാൽ അവർ പറയുന്നു, കുടവും മണ്ണും പോലെ, അതായത് കടം ഉപാദാന കാരണമായ മണ്ണും പോലെ, ഒറ്റ ഇതിനെല്ലാം ഒന്നാണ്, ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെ പറയും, ആ നൂല് തന്നെയാണ് പടം, അതുപോലെ ആ മണ്ണ് തന്നെയാണ് ഘടമായിട്ടിരിക്കുന്നത്, ആ കാരണം തന്നെയാണ് കാര്യമായിട്ടിരിക്കുന്നത് എന്ന് പറയണം. അതുപോലെ ഉടൻ മുതൽ സ്വഭാവമേറെ ഈ അദ്വൈത സിദ്ധാന്തത്തെ സ്ഥൂലദേഹം മുതൽ അവിദ്യ വരെ ഒന്നിലൊன்று ഉദിത്താറെ ഒന്നിനൊന്ന് ഒടുക്കി കാണുന്നത് ക്രമമായി ലയചിന്തനം ചെയ്യുന്നത്, അതായത് ഒടുക്കി കാണുന്നത് അപവാദ ഉപായമാണ്. ഇതാണ് ഇതിൻ്റെ വേറൊരു പ്രോസസ്സ്. ഇത് കാര്യങ്ങളെല്ലാം കാരണത്തിലൊടുക്കി കാര്യകാരണ ലയം, കാര്യങ്ങൾ കാരണത്തിൽ ഒടുക്കി ഇങ്ങനെ ഇരിക്കുന്ന രൂപത്തിലും ഈ അപവാദം ഇതിൽ കൊണ്ടുവരാൻ പറ്റും. മറ്റേ അങ്ങനെയല്ല, ഒറ്റയടിക്ക് പറഞ്ഞു ഇതെല്ലാം ജ്ഞാനമാണ്, സ്ഥിരം ജ്ഞാനമെന്റും പിരമമെന്റും തെളിവതേ അപവാദം എന്ന് പറഞ്ഞ സ്ഥലത്ത് അല്പം കൂടെ മന്ദാധികാരികൾക്ക് പറഞ്ഞു കൊടുത്തു. വാസ്തവത്തിൽ ഇതിനെ ശ്രദ്ധിച്ചാൽ ഈ കാര്യകാരണ രൂപത്തിൽ ഇതിരിക്കുന്ന ഇതെല്ലാം ഈ കാര്യമായിരിക്കുന്നത് കാരണം തന്നെയാണ്. കടം അതിൽ കാര്യമാണ്, മണ്ണ് അതിൽ കാരണമാണ്. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഉപാദാന കാരണം എന്നാണ് ഇവിടെ പറയുന്നത്. ഈ ഉപാദാന കാരണം തന്നെയാണ് കാര്യരൂപമായിട്ടിരിക്കുന്നതെന്നല്ലാതെ ഇതിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല എന്നുള്ളതാണ് കാണേണ്ടത്. ഇതാ. അപ്പോൾ ഇത് അന്യമല്ല. ഈ അടവിനിൽ ഒടുക്കിക്കാൺപത് അപവാദ ഉപായമാമേ. ഇതാണ് വേറൊരു ഉപായം പറയുന്നു. ചുഭാവം എന്ന് പറയുന്നത് അജ്ഞാനമെന്ന് ഗീതയിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. ചുഭാവം സ്വഭാവം എന്നുള്ളത്. അജ്ഞാനം, അവ്യക്തം ഇവ ഒന്നിനൊന്ന് പര്യായ ശബ്ദങ്ങളാകുന്നു. അടവിനിൽ ഒടുക്കിക്കാണുമാറ് സ്ഥൂല ബ്രഹ്മാണ്ടങ്ങൾ മുഴുവനും പഞ്ചീകൃത ഭൂതകാര്യമാകുന്നു. അവയിൽ ഏത് പൃഥ്വിയുടെ കാര്യമോ അത് പൃഥ്വിയുടെ സ്വരൂപം. അതുപോലെ ഏത് ഭൂതത്തിൻ്റെ കാര്യമോ അത് അതാത് ഭൂതത്തിൻ്റെ സ്വരൂപമാണ്. ഇങ്ങനെ സ്ഥൂല ബ്രഹ്മാണ്ടങ്ങൾ മുഴുവൻ പഞ്ചീകൃത ഭൂതസ്വരൂപമെന്നും ഈ പഞ്ചീകൃത ഭൂതവും അപഞ്ചീകൃത ഭൂതകാര്യമാകിയാൽ അപഞ്ചീകൃത ഭൂതങ്ങൾ വേറെ ഇല്ലെന്നും അന്ധക്കരണം മുതലായ സൂക്ഷ്മ സൃഷ്ടികളും അപഞ്ചീകൃത ഭൂതകാര്യമാകിയാൽ അവയും അപഞ്ചീകൃത ഭൂതസ്വരൂപം തന്നെയാകുന്നു. ഇവയിൽ അന്ധക്കരണം ഭൂതങ്ങളുടെ സത്വഗുണ കാര്യമാകിയാൽ സത്വഗുണസ്വരൂപം, പ്രാണൻ ഭൂതങ്ങളുടെ രജോഗുണ കൂറിൻ്റെ കാര്യമാകിയാൽ രജോഗുണ സ്വഭാവം, ഗുദേന്ദ്രിയം പൃഥ്വിയുടെ രജോഗുണക്കൂറിൻ്റെ കാര്യമാകിയാൽ രജോഗുണ പ്രധാനം, രജോഗുണ സ്വരൂപം, ഘ്രാണേന്ദ്രിയം പൃഥ്വിയുടെ സത്വഗുണ കാര്യമായതിനാൽ പൃഥ്വിയുടെ സത്വഗുണ സ്വരൂപം. ഇങ്ങനെ തന്നെ ജിഹ്വേന്ദ്രിയവും അതുപോലെ ഉപസ്ഥേന്ദ്രിയവും ജലത്തിൻ്റെ സത്വഗുണ രജോഗുണ സ്വരൂപം, ജലത്തിൻ്റെ സത്വഗുണ രജോഗുണ സ്വരൂപമാണ്. ഏതൊക്കെ? ജിഹേന്ദ്രിയവും ഉപസ്ഥേന്ദ്രിയവും. നേത്രേന്ദ്രിയവും പാദേന്ദ്രിയവും തേയുവിൻ്റെ സത്വഗുണ രജോഗുണ സ്വരൂപം, ത്വഗേന്ദ്രിയവും പാണീന്ദ്രിയവും വായുവിൻ്റെ സത്വഗുണ രജോഗുണ സ്വരൂപം, ശ്രോത്രേന്ദ്രിയവും വാക്കേന്ദ്രിയവും ആകാശത്തിൻ്റെ സത്വഗുണ രജോഗുണ സ്വരൂപം എന്നിങ്ങനെ സൂക്ഷ്മ സൃഷ്ടികൾ മുഴുവനും അപഞ്ചീകൃത ഭൂതസ്വരൂപമെന്ന് ചിന്തിച്ച് അപഞ്ചീകൃത ഭൂതങ്ങളെയും പൃഥ്വി ജലത്തിൻ്റെ കാര്യമാകിയാൽ ജലസ്വരൂപമാകുന്നു, ജലം തേയുവിൻ്റെ കാര്യമാകിയാൽ തേയുവിൻ്റെ സ്വരൂപമാകുന്നു, തേയു വായുവിൻ്റെ കാര്യമാകിയാൽ വായുവിൻ്റെ സ്വരൂപം, വായു ആകാശത്തിൻ്റെ കാര്യമാകിയാൽ ആകാശത്തിൻ്റെ സ്വരൂപം, ആകാശം തമോഗുണപ്രധാനമായ പ്രകൃതിയുടെ കാര്യമാകിയാൽ പ്രകൃതിയുടെ സ്വരൂപമാകുന്നു
തമോ ഗുണപ്രധാനമായ പ്രകൃതിയും അവ്യക്തത്തിൻ്റെ അവസ്ഥാവിശേഷമായതിനാൽ അവ്യക്ത സ്വരൂപമാകുന്നു. അവ്യക്തം ബ്രഹ്മചേതനത്തിൻ്റെ ശക്തിയാകുന്നു. ഇങ്ങനെ ഓരോന്നിനെയും തിരിച്ച് ലയചിന്തനം ചെയ്യണം. പിടി കിട്ടിയില്ല. കാരണം ഇത് നമ്മളൊക്കെ ഇങ്ങനെ പറയുകയും എടുക്കുകയും ചെയ്യുന്നത് ഇത് ഒരുപാട് ശാസ്ത്രങ്ങളുമായിട്ടുള്ള ബന്ധം വന്നു. അപ്പോൾ ഇത് ശാസ്ത്ര നിശ്ചയങ്ങൾ വരണം. ഇത് ഭയങ്കരമായിട്ട് ഇതിൻ്റെ പ്രധാന കാര്യം ശാസ്ത്ര നിശ്ചയങ്ങളാണ്. വേദം എങ്ങനെയാണ് ഇതിനെല്ലാം വീക്ഷിച്ചിരിക്കണമെന്നുള്ള ഒരു അപഗ്രഥനം നമുക്കുണ്ടെങ്കിൽ പറയുമ്പോൾ തന്നെ കാര്യങ്ങൾ അങ്ങ് പിടികിട്ടും. ഓ ഇങ്ങനെയാണ്. ഇത്രേ പറഞ്ഞുള്ളൂ. ഇതെല്ലാം കാര്യങ്ങളെല്ലാം കൊണ്ടുപോയി കാരണത്തിൽ ഒടുക്കി. ഇതിൽ ഒടുക്കിയത് ഏതിലാണ് എന്ന് ചോദിച്ചാൽ അവർ പറയുന്നു ഇതെല്ലാം ശക്തിയുടെ കാര്യങ്ങളാണ്. ശക്തി എന്ന് വെച്ചാൽ മായയുടെ ശക്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ മായയുടെ കാര്യങ്ങളാണിതെല്ലാം. ഇതെല്ലാം കൊണ്ടുപോയി മായയിൽ ഒടുക്കി. മായ എന്തിനാണ്? ഈ ശക്തി ശക്തനിൻ്റെ കാര്യമാണ്. ശക്തൻ്റെ കാര്യമാണ് ശക്തി. അത് ബ്രഹ്മത്തിലാണ്. അപ്പോൾ അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഇതിങ്ങനെയാണ് ലയചിന്തന ഇതിൽ കൊണ്ടുവരുന്നത്. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? അദ്വൈത ദർശനം, ജ്ഞാനം. ഇതെല്ലാം വേറെ 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 ആയിട്ടിരിക്കുന്നു. നമ്മൾ പറയുന്നു ആകാശം വേറെ, വായു വേറെ, അഗ്നി വേറെ, ജലം വേറെ, പൃഥ്വി വേറെ. ഇതെല്ലാം വേറെ വേറെ തോന്നിക്കൊണ്ടിരിക്കുന്നില്ലേ? വാസ്തവത്തിൽ ഇതെല്ലാം ശക്തിയുടെ കാര്യമായിട്ടിരിക്കുകയാണ്, മായാ കാര്യമായിട്ടിരിക്കുകയാണ്. ഇതെല്ലാം കൊണ്ട് മായയിൽ ഒടുക്കിക്കഴിഞ്ഞാൽ ഈ മായ ശക്തൻ്റെതാണ്. ഇത് ആരുടേതാണ് ഈ ശക്തി എന്ന് ചോദിച്ചാൽ ബ്രഹ്മത്തിൽ അന്തർഭവിച്ചിരുന്ന ഒരു ശക്തിയാണ് മായയായിട്ട് വിജൃംഭിച്ച് വെളിയിൽ വന്നിരിക്കുന്നത്. പക്ഷെ അടങ്ങി നിന്നപ്പോൾ ബ്രഹ്മമായിട്ടിരുന്നതാണ് ഈ ശക്തി. ഇതെല്ലാം കൊണ്ടൊന്ന് തിരിച്ചുകൊണ്ട് അടക്കുന്നത് തന്നെയാണ് നമ്മുടെ ജോലി. തിരിച്ച് ബ്രഹ്മത്തിൽ തന്നെ കൊണ്ടുപോയി ഇതിനെയാണ് നിർവികൽപ്പ സമാധി. ഈ സ്ഥലത്തെയാണ് നിർവികൽപ്പ സമാധി എന്ന് ശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതുവരെ ചെയ്തത് എന്തിനാണ്? ഈ സവികൽപ്പത്തിൽ ഇതിനെല്ലാം ഇങ്ങനെ ലയചിന്തനം ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ധാരണയിലിരിക്കുകയാണ്. ഈ ധാരണ പിന്നെയാണ് ധ്യാനമായി സമാധിയായി. നമുക്ക് ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ. അല്ല അവിടെ കൊണ്ട് കൊടുക്കാൻ നമുക്ക് കഴിവൊന്നുമില്ല ആർക്കും. കുറേയൊക്കെ ഇങ്ങനെ വേദത്തിൻ്റെ നിഷ്കർഷ അനുസരിച്ച് നമ്മൾ ഇങ്ങനെ ഇരുന്ന് ചെയ്യുമ്പോൾ വസ്തുതന്ത്രമായിട്ട് ഈ ജ്ഞാനം ഇതിൽ സംഭവിക്കും. ഗുരുവനുഗ്രഹമായിട്ട് സംഭവിക്കും. ഗുരുക്കന്മാരുടെ പ്രാധാന്യം അവിടെയാണ്. നമ്മുടെ ഗുരുദേവൻ ഈ ജ്ഞാനം ഉണ്ടായ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പാദുകം എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നേരെ പളനിക്ക് പോയി. താണ്ഡവരെ സ്വാമികൾക്ക് അദ്ദേഹത്തിന് ജ്ഞാനമുണ്ടായ ഉടനെ തന്നെ നാരായണസ്വാമികളെ അങ്ങോട്ട് പ്രദക്ഷിണം ചെയ്ത് ഞാൻ എന്ത് ചെയ്യട്ടെ, ഇതിന് എന്ത് പ്രതികാരം തണ്ടെന്ന് പറഞ്ഞിടുന്ന് ഓടി. ഇല്ലേ? അങ്ങനെയല്ലേ? അവസാനം പറഞ്ഞു നീ എനിക്ക് എന്ത് പ്രത്യേകത, നിനക്ക് എന്ത് തരാൻ പറ്റുമോ? എനിക്ക് നീ ആ 15 സെൻറ്റ് വസ്തു എനിക്ക് എഴുതി തരാൻ പറ്റും. ഇതുകൊണ്ട് എനിക്കെന്തൊരു ഉപയോഗം? പറഞ്ഞു ഞാൻ അടഞ്ഞ ഈ ജ്ഞാനത്തെ ഇത് സ്ഥിരമാക്കി നീ ഇതിൽ തന്നെ നീ സ്ഥിതപ്രതിഷ്ഠ ചെയ്യുമെങ്കിൽ അതാണ് നീ എനിക്ക് തരുന്ന ഗുരുദക്ഷിണ എന്നത്. അത് മനസ്സിലായോ? ഇവർക്ക് ഇതൊക്കെ തുച്ഛമാണെന്ന് കളഞ്ഞ് ഉപേക്ഷിച്ച് ജ്ഞാനസ്ഥനായി കഴിഞ്ഞതിന് ശേഷം ഇനി ഇതൊക്കെ കൊണ്ടുകൊടുത്ത് അവർ സ്വീകരിക്കും. അവർക്ക് എന്തിനും ഇതൊക്കെ അവർ തൃണവൽ ഗണിച്ചിരിക്കുന്ന കാര്യങ്ങളാണിതെല്ലാം. എന്തുകൊണ്ട്? ഇതൊന്നും തൻ്റെ സുഖത്തിനോ തൻ്റെ ശ്രേയസ്സിനോ ഉപകാരപ്പെടില്ല എന്ന് കണ്ടു, വലിച്ചെറിഞ്ഞതാണ് അത്രയും. അങ്ങനെ നിൽക്കുന്നവരെയാണ് ജ്ഞാനികളെന്ന് പറയുന്നത്. ഇവരൊക്കെ അപാരമായ അവർക്ക് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഭയമില്ലാത്തത്. ബാക്കി എല്ലാവർക്കും ഒരു ചെറിയ കാര്യം വിടണമെങ്കിൽ ഭയമുണ്ടാവും. ഇനി എന്താവും ഭഗവാനെ? മെത്തയിലൊക്കെ വീട്ടിൽ സുഖമായിട്ട് കൊതുകടി കൊള്ളാതൊക്കെ കിടന്ന് ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് എല്ലാം ഉപേക്ഷിച്ച് സന്യസിക്കാൻ പറഞ്ഞപ്പോൾ ആദ്യം ചിന്തിക്കുന്നത് വെച്ചോ എങ്ങനെ ശരിയാവും? നമ്മൾ നല്ല സൗകര്യത്തിലൊക്കെ വന്നവരല്ലേ, എളുപ്പമല്ല ജീവിതം, അത്രയും പാടാണ്. അപ്പോൾ അതിന് എടുത്ത് കളഞ്ഞിട്ട് വരുന്ന വിധത്തിൽ വരണമെങ്കിൽ എന്തുമാത്രം പുണ്യശാലി ആയിരിക്കുന്ന ഒരാളായിരിക്കും. മനസ്സിലായില്ലേ? അങ്ങനെയാണ് സന്യാസിമാർ നിൽക്കുന്നത്. ഇതിൽ അങ്ങനെ നിൽക്കുന്നവരാണ്. അതാണ് പറഞ്ഞില്ലേ, രാമന് ശിവഭഗവാൻ പ്രത്യക്ഷമായിട്ട് വന്നു എന്നുടനെ രാമനൊരു സംശയം. രാമൻ ചോദിച്ചു, ഭഗവാനെ ഇത്രയും അലൗകികമായി ഇത്രയും അനുഭൂതിദായകമായിരിക്കുന്ന ഈ ബ്രഹ്മവിദ്യയെ ഉപേക്ഷിച്ചിട്ട് ഈ ആളുകളെല്ലാം
ഈ തുച്ഛമായിരിക്കുന്ന ഇതിൻ്റെ പുറകെ പോകുന്നതിൻ്റെ കാരണം എന്താണ്? ഭഗവാൻ ചിരിച്ച് അതെന്നെ മായയുടെ പവറാണെന്ന് പറഞ്ഞു കൊടുത്ത്, ഇത് ഞാൻ തന്നെയാണ് അവരെ ഇട്ട് കറക്കണമെന്ന് പറഞ്ഞു കൊടുത്തത്. എന്തിനാണ്? ഇവന് വിവേകം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചെയ്തിരിക്കുന്നത്. അവനായിട്ട് വട്ടം ചുറ്റിക്കുകയാണ്. ഇത് എൻ്റെ മായയുടെ പവർ. എന്നിട്ട് ഒരു ഉപദേശം കൂടെ പറയുന്നത് കേട്ടാലേ നമുക്ക് മനസ്സിലാവും ഭഗവാൻ ഇത്രയും ക്രൂരനാണോ എന്ന് നമുക്ക് തോന്നാതിരിക്കാൻ അടുത്ത കൂടെ കേൾക്കണം. അവൻ പറഞ്ഞു, രാമ, നീ മഹാപുണ്യശാലിയാണ്. നിനക്ക് ഇതെല്ലാം ഈ സാഗരം നിന്നെ സംബന്ധിച്ച് ഗോഷ്പതുല്യമാണ്. ഒരു കുതിരക്കുളമ്പടിയിലകപ്പെട്ട ജലത്തിൻ്റെ അത്ര ശക്തിയേ ഉള്ളൂ. ഇതിന് നിനക്ക് മറികടക്കാൻ അത്ര പ്രയാസമേ ഉള്ളൂ. അങ്ങനെയല്ല സാധാരണക്കാർ. അവർക്ക് ഈ സംസാര സാഗരമാണ്. ഇത് അളന്നറിയാനൊക്കാത്ത വ്യാപ്തമായിരിക്കുന്ന ഒരു സംസാര സാഗരം. ഇതിനെ നീന്തി കടക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഇവർ. അപ്പോഴാണ് മുതലകൾ വന്നത് കാലി പിടിച്ച് താത്തികളായിട്ട്. അതാണ് മരണമായിട്ട് പോണത്. സംസാര സാഗരം താണ്ടാനായിട്ട് പരിശ്രമിക്കുകയാണല്ല. ഈ മുതലകളെന്ന് പറഞ്ഞാൽ വേറെ ആരുമില്ല, നമ്മൾ 16 വൃത്തികളാണ്. കാമം, ക്രോധം, ലോഭം. ഇത് വന്നിട്ട് താത്തിക്കളയുന്നതാണ് ഓരോരുത്തരുടെ മരണം. രാവണൻ താണ്ടാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ വൃത്തി ഏതായിരുന്നു? രാഗം. ഇതാണ് രാവണൻ്റെ വൃത്തി. രാഗം എന്നുള്ള മുതല ഇതിന് കടക്കാൻ ശ്രമിച്ചില്ല. അതിന് മുമ്പ് താഴ്ത്തിക്കളഞ്ഞു, കാല് പിടിച്ച് താഴ്ത്തിക്കളഞ്ഞു. ഓരോരുത്തരും ഓരോ ചിത്തവൃത്തിക്ക് അടിമപ്പെട്ട് മരണപ്പെട്ടതിൻ്റെ രഹസ്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. മരണമെന്ന് വെച്ചാൽ ജ്ഞാനം ലഭിച്ചില്ല എന്നുള്ളത്, അമരത്വം ഉണ്ടായില്ല എന്നാണ്. മരണമെന്നുള്ള ശരീരം പോണതല്ല. അമരത്വം വരാത്തതിൻ്റെ കാരണങ്ങളെയാണ് വേദം. അമരത്വം എന്ന് വെച്ചാൽ ജ്ഞാനം. ഒരാൾക്ക് അയാളുടെ ലക്ഷ്യപ്രാപ്തി സംഭവിച്ചില്ല എന്ന് പറയുന്നതാണ് മരണമായിട്ട് നമ്മളിവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ശരീരം പോണതിനെ അല്ല മരണമെന്ന് പറയും. അപ്പം ഈ വൃത്തികളെ കൊണ്ട് അവൻ നശിച്ചു എന്നുള്ളതിനെ പറയുന്നു. ലോഭവൃത്തി. ഭൂരിപക്ഷം ആളുകൾക്ക് ലോഭവൃത്തിയാണ്. ലോഭവൃത്തി. ഒരു നയാ പൈസ ആർക്കും കൊടുക്കില്ല, ഒരു ഉപകാരം ആർക്കും ചെയ്യില്ല. ഇതാണ് ഏറ്റവും പ്രബലമായ വൃത്തി. കാമക്രോധഞ്ച ലോഭഞ്ച എന്ന് പറഞ്ഞു. അത് ശങ്കരഭഗവത്പാദർ പറഞ്ഞു ലോഭഞ്ച. ഈ ലോഭവൃത്തിയെ കളയാനൊന്നും എളുപ്പമില്ല. എങ്ങനെ കൊടുക്കണം? എൻ്റെ മക്കൾക്ക് ഇരിക്കേണ്ടത്. അപ്പോൾ മോനെ, നീ ഒരു കാര്യം ചെയ്യെല്ലാം, നീ ഇപ്പം ഇങ്ങനെ വന്നില്ലേ, ആശ്രമത്തിലൊക്കെ വന്നില്ലേ, നീ ഒരു കാര്യം ചെയ്യും, എല്ലാ ആശ്രമത്തിലും സമർപ്പിക്കുമോ? സമർപ്പിച്ചിട്ട് നീ സ്വതന്ത്രനായിട്ട് ഇവിടെ നിൽക്കുമോ? പറഞ്ഞ കാര്യം കേൾക്കുമോ? മോക്കിരിക്കട്ടെ, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് ഇരിക്കട്ടെ. അല്ല, ഞാൻ പറയുന്ന കാര്യം കുറ്റം പറയല്ല കേട്ടോ ഉള്ളു. ഇത് മനസ്സിൻ്റെ ഒരു ലോഭവൃത്തിയാണ്. ഏറ്റവും പ്രയാസമാണ് പോലും ഈ ലോഭവൃത്തിയുടെ. ആർക്കും തോന്നില്ല. 3 പ്രബല വൃത്തികൾ പറഞ്ഞു: കാമം, ക്രോധം, ലോഭം. ഇതിനെയാണ് ഭഗവാൻ പറഞ്ഞ ജ്ഞാനരത്നാപഹാരായ തസ്മാൽ. ഇവർ 3 പേരാണ് ജ്ഞാനരത്നത്തെ അപഹരിക്കുന്ന ഭയങ്കര കള്ളന്മാരെന്ന് നമ്മൾ പറഞ്ഞു ഇങ്ങോട്ട് പോയി. എന്നാലും ഇതിനകത്തുള്ള ആശയം മനസ്സിലാക്കിക്കൊള്ളണം. എന്താണ് നമുക്ക് ഈ ജ്ഞാനം ഇതിൽ ഉദിക്കാത്തത്, ഈ സ്ഥിരമായിരിക്കുന്ന ഈ ജ്ഞാനം ഉദിക്കാത്തതെന്ന് ചോദിച്ചാൽ അവർ പറയുന്നു, ഈ ലോകത്തോടുള്ള സത്യബുദ്ധി മാറിയില്ല. ഇത് എത്ര തന്നെ അനുഭവിച്ചിട്ടും ഇനിയും അതിൽ സുഖം കണ്ടെത്താം, അല്ലെങ്കിൽ ഇങ്ങനെ ഈ രീതിയിൽ നീങ്ങിയാൽ സുഖം വരും എന്നൊക്കെയുള്ള പ്രതീക്ഷകളും ഒക്കെ അങ്ങനെ ജീവിക്കുന്നവരാണ് മനുഷ്യരെ, സാധാരണ ജ്ഞാനികൾ. ഇതിനെയാണ് വേദം പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഇതിൽ കഥയില്ല, ഇത് വിട്ടുകളയാൻ ഇങ്ങനെ വിട്ടുകളയാൻ പറഞ്ഞ് വേദം നിൽക്കും. അങ്ങനെ മനസ്സിരിക്കട്ടെന്ന് പറഞ്ഞ് നമ്മളും നിൽക്കും. ഏത് അതൊക്കെ പള്ളിയിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ ഇതാണ് ഈ സ്വരൂപമാണ് മാറി വരാണ്. ഇതിൻ്റെ പരമാർത്ഥത്തെ ഗ്രഹിച്ചാൽ നമ്മൾ വന്നിരിക്കുന്നത് മുക്തി അടയാനായിട്ട് വന്നിരിക്കുകയാണ്. ഈ ജന്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ജന്മം എന്ന സംസാര ദുഃഖത്തിൻ്റെ നിവൃത്തിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ വേറെ എന്തെങ്കിലും കെട്ടിപ്പടുത്ത് ഇനി എന്തൊക്കെ പടുത്ത് എത്രയോ ജന്മത്തിൽ എന്തെല്ലാം പടുത്തിരിക്കും. ഇതെല്ലാം എവിടെ? ഒന്നുമില്ല, കഥയില്ലാത്ത കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയവരെയാണ് പറയുന്നത് ധീരന്മാർ. ഇവർക്ക് വേദം തന്നെ പേര് കൊടുത്തു. നീ ധീമാനാണെന്ന് പറഞ്ഞു, നീയാണ് ബുദ്ധിമാൻ. ഇതെല്ലാം കഥയില്ലാത്ത കാര്യങ്ങളാണെന്ന് വിട്ടുകളഞ്ഞിരിക്കുന്നവരാണ് ധീരന്മാർ. അവർക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ എന്നാണ് വേദം പറയുന്നത്. അവ്യക്തം ബ്രഹ്മചേതനത്തിൻ്റെ ശക്തിയാകുന്നു.
പുരുഷനിലുള്ള രൂപശക്തി പുരുഷനെ വിട്ട് വേറെ ഇല്ല. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഈ ശക്തി എല്ലാം കൂടെ നമുക്ക് കൊണ്ടുപോയി ശക്തിയിലടക്കുക. ശക്തിയുടെ മായയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണമായിരിക്കുന്നത്. അതിൽ കൊണ്ടുവന്ന് അടക്കിയിട്ട് മതിയായില്ല. മായ അവിടെ ഇരിക്കുകയല്ലേ. അവിടെ ചിന്തിക്കാനുള്ളത് ഈ മായ ബ്രഹ്മത്തിൻ്റെതാണ്. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് അടങ്ങി അത് അഭേദമായി നിന്ന രൂപത്തിൽ അത് ഒരു പ്രശ്നവും ഉണ്ടാക്കിയതല്ല ഈ മായ. പക്ഷേ ഇത് വെളിപ്പെട്ടു, വേറൊന്നായി പ്രകടമായി, വേണ്ട വിനകളെല്ലാം ഉണ്ടായി, ഇങ്ങനെ ആയിപ്പോയത്. ഇതിനെ തിരിച്ചറിഞ്ഞ് ഇതിനെല്ലാം കൊണ്ട് മായയിലടക്കി അതിനവസാനം ബ്രഹ്മത്തിൽ ഒടുക്കി കാണുന്നത് തന്നെയാണ് ഇതിൻ്റെ ഉപായം. ഇതിനെ ക്രമമായിട്ട് വേദം നമുക്ക് പറഞ്ഞു തരുന്നു. പക്ഷെ പറയുമ്പോൾ ഇത്രയും ഒരുപാടാണെങ്കിലും ചെയ്യാനത് ചെറുതാണ്, ചെറിയ കാര്യം. ഇങ്ങനെ ഒന്ന് ചിന്തിക്കുകയൊന്നും വേണം. ഇതിനെ ധരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ ആ സമാധി പഴക്കം എന്ന് പറഞ്ഞാൽ ഇതാണ് സവികൽപ്പ സമാധി പഴക്കം. ഇതിൻ്റെ ഫലം നിർവികൽപ്പ സമാധി. ഇത് ഒരു പ്രാവശ്യം ഉണ്ടായവരെയാണ് നമ്മൾ പറയും മഹത്തുക്കൾ. ഇത് ഉണ്ടായവരെയാണ് മഹത്തുക്കൾ. ഒരു സാധാരണ ജീവന്മാരല്ല, മഹാത്മാക്കളായി കഴിയും. ഇതാണ് മഹത്തുക്കൾക്ക് ഇത്ര പ്രാധാന്യം. ഇവർക്കൊക്കെ നിർവികൽപ്പ സമാധി ഒന്ന് വന്നു ഒന്നല്ല, ചിലപ്പോൾ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള അഭ്യാസം ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അവർ എപ്പോഴും ആ ഒരു വിവേക വിചാരത്തിൽ എങ്ങനെ എങ്ങനെ ഇരിക്കും. അതാണ് അവരുടെ ജീവിതം. അങ്ങനെ ഇതനൈത്തും ബ്രഹ്മവലവ എന്നത് ശ്രുതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതനൈത്തും ബ്രഹ്മമലവ, തമിഴായതുകൊണ്ട് ഇതെല്ലാം ബ്രഹ്മം തന്നെയല്ലേ എന്നുള്ളതാണ് ശ്രുതി. തർക്കം, കാര്യം കാരണത്തിൽ നിന്ന് ഭിന്നമോ അഭിന്നമോ എന്ന വിചാരണ, ഇതാണ് തർക്കം. വാസ്തവത്തിൽ കാര്യം കാരണത്തിൽ നിന്ന് ഭിന്നമാണോ അഭിന്നമാണോ, ഇതാണ് തർക്കം. പറയണം എന്തിനു മനസ്സിലായെന്ന്. കൃഷ്ണ ലയചിന്തനം എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചിലോട്ട് പോകണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കാര്യം കാരണത്തിൽ നിന്ന് ഭിന്നമോ അഭിന്നമോ, ഇതാണ് തർക്കം. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പറയാൻ വിശദീകരിക്കണം. പറഞ്ഞു ഇതെങ്ങനെയാണ്? 3 രൂപത്തിലാണ്. ശ്രുതി, യുക്തി, അനുഭവം. ശ്രുതി, തർക്കം, അനുഭവം. ഈ രൂപത്തിലാണ് ഇതിനെ ധരിക്കേണ്ടത്. അതിൽ പറഞ്ഞു, ശ്രുതി പറഞ്ഞു ഇതനൈത്തും ബ്രഹ്മമലവ, ഇതെല്ലാം ബ്രഹ്മം തന്നെയല്ലേ എന്നാണ് ശ്രുതി ഇങ്ങനെ നിൽക്കുന്നത്. ആണെന്ന് പറയുന്നില്ല. അലവാ, അല്ലേ എന്ന് ചോദിക്കുന്നുള്ളൂ. ആണെന്ന് ഒരിക്കലും ആണെന്ന് പറയില്ല. ഇവരുടെ ഉദ്ദേശം ഈ വിചാരത്തെ ഇതിൽ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാനാണ്. എഞ്ചിനൊന്ന് സ്റ്റാർട്ട് ചെയ്യണ്ടേ, വലിച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വിട്ടാൽ മതി, വേറെ ഒന്നുമില്ല. ഈ വിചാരത്തെ ഇതിൽ കൊണ്ടുവന്ന് പുനഃപ്രതിഷ്ഠിക്കാനുള്ള ഉദ്ദേശമാണ്. അല്ല, ഒന്നും പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രുതി ഉദ്ദേശിച്ചിട്ടേ ഇല്ല. ചോദിക്കട്ടെ, ഇത് കേവലം മായാസൃഷ്ടിയായിട്ട് ആദ്യമേ പറഞ്ഞ ഇതൊക്കെ അങ്ങനെയല്ലേ എന്നൊക്കെ പിന്നെ ചോദിച്ചാൽ ഇത് വാസ്തവത്തിലുണ്ടോ? അങ്ങനൊന്നും ഇല്ലല്ലോ. പക്ഷെ സ്വപ്നത്തിൽ കണ്ട ഒരു പ്രാതിഭാസികമായ ഒരു വ്യവഹാരം പോലെ ഒരു കാര്യം കണ്ടിട്ട് ആ സമയത്ത് നമ്മൾ പറയുന്നു, അയ്യോ എൻ്റെ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞാൽ വ്യവഹരിക്കുന്നു. പക്ഷെ ഉണർന്നാൽ ഉണ്ടോ? അങ്ങനെ ഇല്ലാത്ത കാര്യത്തെ വേദം രണ്ടാമത് പറയുമോ? ഇത് അനൈത്തും ബ്രഹ്മമാണെന്ന് പറയുമോ? അങ്ങനെയല്ല ചോദിച്ചിരിക്കുന്നത്. ഇത് അനൈത്തും ബ്രഹ്മമലവാ, ഇത് ബ്രഹ്മം തന്നെ അല്ലേ എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിക്കണം. ആ വിചാരത്തെ ഇവിടെ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിരിക്കുകയാണ്. രണ്ടാമത്, കാര്യം കാരണത്തിൽ നിന്ന് ഭിന്നമോ അഭിന്നമോ, ഇതാണ് യുക്തി. ഇവിടെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഘടത്തെ പറ്റി പറയുമ്പോൾ ഘടമൊക്കെ കാര്യം, അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ മണ്ണ്. ഇപ്പോൾ ഈ മണ്ണും ഈ ഘടവും തങ്ങളിൽ ഭിന്നമാണോ അഭിന്നമാണോ? അഭിന്നം. ഭിന്നമല്ല, അത് അഭിന്നമാണ്. അടുത്തത് അനുഭവം പറയുന്നത് ജീവൻ മുക്തൻ്റെ അനുഭവമാണ്. ഈ പറയുന്ന ഉപാധികളെല്ലാം വാസ്തവത്തിൽ ജ്ഞാനം തന്നെ ആണ് നമുക്കറിയേണ്ടത്. വാസ്തവത്തിൽ ഇതെല്ലാം ജ്ഞാനം തന്നെ, അഭേദമായ ജ്ഞാനം തന്നെയാണ് എന്നുള്ള ഒരു ദൃഢനിശ്ചയം ഇതിൽ കൊണ്ടുവരണം. ഇതെല്ലാം
അത് അനൈത്തും ബ്രഹ്മമലവ, ഇത് ജ്ഞാനമാണ്, സർവത്ര ജ്ഞാനമാണ് പരിപൂർണമായിട്ടിരിക്കുന്നത്. അങ്ങനെ കാണുന്നെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഒന്നും അങ്ങനെ കരുതേണ്ട കാര്യവുമില്ല. ആ ഒരു ഇരുപ്പ് തന്നെ ഇതിൽ ധാരാളം. അനുഭവമാണ് ജീവൻ മുക്തൻ്റെ അനുഭവമാണ്. ജീവൻ മുക്തന് എങ്ങനെയാണ് ആ ജീവൻ മുക്തി നല്ല ഇതിൽ വരണമെന്ന് ചോദിച്ചാൽ അവർ പറയുന്നു, ഈ കാര്യകാരണങ്ങളെ ലയചിന്തനത്തിൽ കൂടെ വരാം, അപവാദത്തിലൂടെ വരാം. ഇതെല്ലാം ഒടുക്കി പറഞ്ഞല്ലോ, ഈ ഭൂതങ്ങളെല്ലാം അതതിൻ്റെ കാരണത്തിൽ ഒടുക്കി അവസാനം എവിടെ വന്നു? ശക്തിയിൽ വന്നു. എല്ലാം കൂടെ ശക്തിയിലൊടുക്കി ആ ശക്തിയെ ആ ശിവത്തിലൊടുക്കി അങ്ങനെ നിൽക്കുന്ന ഒരു നില ഇതിൽ വരും. ശക്തി വരെ നമുക്ക് ഒടുക്കാനുള്ള കഴിവുള്ളൂ. അതിനുശേഷം എല്ലാം അലൗകികമായ ഒരു ഇതാണ്, അതിൻ്റെ പവർ വേറെ രൂപത്തിലാണ്. അതിന് വസ്തുതന്ത്രമായിട്ട് ഞാനും ഇതിൽ വരും. പക്ഷെ ഇത്രയും ചെയ്യാതിരുന്ന വരില്ല. അതുകൊണ്ടാണ് പറയേണ്ടത്, എത്ര കഷ്ടപ്പെട്ടായാലും ഈ സവികല്പ സമാധി പഴകിയിരിക്കുന്ന ഒരു നില നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മതി. അതിനവർ പറഞ്ഞ ഉപായം എന്തിനാണ്? ഒരു ശബ്ദം കേട്ടു, പെട്ടെന്ന് ശബ്ദത്തിലേക്കല്ല പോകാനുള്ളത്. ഈ ശബ്ദം ആര് കേട്ടു എന്ന് തിരിഞ്ഞണം. ഇത് കേട്ട ആളിനെ തേടി വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അങ്ങനെ ഒരു നിലയിലേക്ക് വരുമ്പോൾ അതാണ് കാരണത്തിൽ ഒടുക്കി വന്ന സമാധി അതിൽ ഏർപ്പെടണം. ഈ ലോക വിഷയങ്ങൾ അത്രയും സമാധി അനുഭവത്തിലേക്ക് ഭഗവാൻ വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ശ്രദ്ധിച്ച്, അല്ലെങ്കിൽ എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. ഈ ജീവന്മാരെല്ലാം ദീർഘനിദ്രയിലായിരുന്നു എന്ന് ഭഗവാൻ എന്ത് ചെയ്തു? അനുകരണങ്ങൾ കൊടുത്തു, ഈ സൃഷ്ടി ചെയ്തു. ഇതൊരു മായാ സൃഷ്ടിയാണ്. എന്തിനാണ്? ഇവനെ ഭ്രമിപ്പിച്ചെങ്കിലും ഉണർത്താൻ ശ്രമിച്ചിരിക്കുകയാണ് ഈശ്വരൻ. പക്ഷെ ഭ്രമിപ്പിച്ച് ഉണർത്തിയപ്പോൾ അവൻ ഉണർന്നു. പക്ഷെ ഉണർന്നതിന് ശേഷം അവൻ ഇങ്ങനെ ലഗാനുമില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി വേണം ആ ഉണർന്നവന് ഈ ഉപദേശം കൊടുത്ത്, ജ്ഞാനോപദേശം കൊടുക്കാനായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ജാഗ്രത അവസ്ഥ ഉണർത്തി നിർത്തിയിരിക്കുന്നത്. 48ാമത്തെ പദ്യം. തൂടന് തമത്തിൽ വന്ന തോറ്റമാം ചത്തി ചെയ്യും ഏടനെ വികാരം ചൊന്നി രണ്ട് ചത്തികൾ എൻ്റെ മൂടലാം ചത്തി ചെയ്യും മോഹവും ചൊല്ലുമയ്യ കേടർ ഗുരുവേ എന്നെ കൃപയോടരുൾ ചെയ്വാരേ. നിന്ദിക്കത്തക്ക തമപ്രധാനമായ മായയിൽ നിന്നുണ്ടായ തോറ്റമാം ചത്തി ചെയ്യും വിക്ഷേപശക്തിയിൽ ആയാലുണ്ടായ ഏടന വികാരം ചൊല്ലികൾ ഇച്ഛാരൂപമായ ആകാശാദി പഞ്ചവികാരത്തെ അവിടുന്ന് അരുളി ചെയ്തിരിക്കുന്നു. ഈ രണ്ട് ശക്തികൾ എൻ്റെ ഇരണ്ട് ശക്തികൾ എൻ്റെ മുമ്പേ താമസ ഗുണം രണ്ട് ശക്തികളായി പിരിഞ്ഞു തോന്നുമെന്ന് അവിടുന്ന് അരുളി ചെയ്തതിനാൽ മൂടലാം ശക്തി ചെയ്യും മോഹവും ആവരണ രൂപമായി ശക്തി ചെയ്യുന്ന മയക്കത്തെക്കുറിച്ചും എൻ്റെ സംശയം തീരും വിധം അയ്യാ ഗുരുവേ, എൻ്റെ പിതാവായ ആചാര്യരെ ഉപദേശിച്ചരുളണമെന്ന് ചോദിച്ചതിന് കൃപയോട് അരുളി ചെയ്തു എന്നുള്ളതാണ് ഈ പദ്യത്തിൻ്റെ അർത്ഥം. എത്രയുള്ളൂ നമ്മൾ പറഞ്ഞില്ലേ, വിചാര പദ്ധതിയാണ് ഈ പറയുന്നത്. എങ്ങനെയാണ് ആ മായയിൽ നിന്ന് ഈ പറയുന്ന വിക്ഷേപ ആവരണങ്ങളെന്നുള്ള രണ്ട് ശക്തികൾ ഉണ്ടായതും ആ ശക്തികളിൽ നിന്ന് പിന്നെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് പറഞ്ഞ. നമ്മൾ ഇതെല്ലാം കൊണ്ടുവന്ന് ആ ശക്തിയിൽ അടക്കിയെന്ന് പറഞ്ഞല്ലോ. അതിന് ശേഷം ചോദിക്കുകയാണ്, ഇത് എങ്ങനെയാണ് ഈ മായയിൽ നിന്ന് ഈ വിക്ഷേപാവരണം എന്നുള്ള രണ്ട് ശക്തികൾ ഉണ്ടായതെന്ന് ചോദിക്കുക. ഇതെല്ലാം അതിലിരുന്നതാണ്. അതിന് സ്വാമി പറയുന്ന മറുപടിയാണ് അടുത്ത പദ്യത്തിൽ. അത് ചോദിക്കുന്നത്, എൻ്റെ പിതാവായ ആചാര്യരെ ഉപദേശിച്ച് അരുളം കൃപയോട് അരുളി ചെയ്യണം എന്ന് ചോദിക്കുകയും പറയണം. അപ്പോൾ സ്വാമി 49ാമത്തെ പദ്യത്തിലൂടെ പറയണം, താനികൾ തനക്കാം ഈജൻ തനയും തങ്ങളെ താൻ കണ്ട ജ്ഞാനികൾ തമ്മയുമിന്തി നാസ്തി നഭാതി എന്നും ഊനിടൈ ഉയർകളുള്ള തുണർവിഴി മുരടാം വണ്ണം വാനിലൈ നിശികൾ മൂടും മഴ നിശി ഇരുൾ പോൽ മൂടും. താനികൾ തനക്കാം ഈജൻ തനയും തങ്ങളെ താൻ കണ്ട ജ്ഞാനികൾ തമ്മയുമിന്തി നാസ്തി നഭാതി എന്നും ഊനിടെ ഉയർകളുള്ള ഉണർവിഴി കുരടാം വണ്ണം വാനിലൻ ദിശകൾ മൂടും മഴ നിശി ഇരുൾ പോൽ മൂടും. തനക്ക് താൻ നികരാം ഈശൻ തനയും സർവജ്ഞത്വാദി കല്യാണ ഗുണങ്ങളാൽ
തനിക്ക് താൻ തന്നെ സമനായ ഈശ്വരനെയും തങ്ങളിൽ താൻ കണ്ട ജ്ഞാനികൾ തമ്മിൽ പ്രത്യേക അഭിന്ന പരമാത്മാവായ തന്നെ താൻ അറിഞ്ഞിട്ടുള്ള ജ്ഞാനികളെയും ഒഴിച്ച് നാസ്തി ബ്രഹ്മമെന്നത് ഇല്ല, നപാതി ഭാനമാകുന്നില്ല എന്ന് വ്യവഹരിക്കുന്ന ഊനിടൈ ഉയിർകൾ ദേഹമാണ് ഞാനെന്ന് അഭിമാനിക്കുന്ന ജീവന്മാരുടെ ഉള്ളത്തുണർവിഴി അന്ധകരണത്തിൻ്റെ ജ്ഞാനദൃഷ്ടി കുരുടാക്കുന്ന വിധം വാനിലം ദിശകൾ മൂടും, ആകാശം, ഭൂമി, ദിക്കുകൾ ഇവയെ കാണാൻ കഴിയാത്തതുപോലെ മറച്ചു കളയും. മഴ നിശി ഇരുൾ പോൽ മൂടും, മഴക്കാലത്ത് രാത്രി ഇരുട്ടുപോലെ മറയ്ക്കും. ഇതാണ് ആവരണ ശക്തിയുടെ സ്വഭാവം. അതിനെപ്പറ്റി 59-ാം പദ്യത്തിൽ പിരിച്ചു പറയും. നാസ്തി നഭാതി എന്ന വ്യവഹാരത്തിന് ഹേതു ആവരണമാകും. ഇതാണ് സ്വാമി എഴുതിയിരിക്കുന്ന അർത്ഥം. ഇതിൻ്റെ അർത്ഥം ഇതാണ്: ഈ ജ്ഞാനികളെയും ഈശ്വരനെ ഒഴിച്ച് സകല ജീവരാശികളെയും ഈ ആവരണ ശക്തി മറച്ചിരിക്കുകയാണ്. എന്തോ തൻ്റെ സ്വരൂപത്തെ മറച്ചു വച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ താൻ ബ്രഹ്മമാണ് എന്നുള്ളതിനെ മറച്ചുകൊണ്ടാണ് ഈ ജ്ഞാനികളും ഈശ്വരൻ ഒഴിച്ച് സകലവരെയും മറച്ചു വച്ചിരിക്കുന്ന രൂപത്തിലാണ് ഇരിക്കുന്നത്. ഇതാണ് അവരെല്ലാം നാസ്തികന്മാരാണ്. പലരും പറഞ്ഞില്ലേ, 2 രൂപത്തിലാണ് മറച്ചിരിക്കുന്നത്. ഒന്ന് നാസ്തി, ഒന്ന് നഭാതി. നാസ്തി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നില്ല എന്നുള്ള ദൃഢമായ വിശ്വാസം. ആരെങ്കിലും പോയി പറയണ്ടേ ഇങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങൾ, വേറെ ജോലിയില്ല. അപ്പോൾ ആ രൂപത്തിൽ അതിനെ സ്വീകരിക്കാത്ത ഒരു നിലയുണ്ട് ഇതിൽ. ചിലരങ്ങനെയാണ്, ശക്തന്മാരാണ്, അവർ വലിയ പ്രമാണികളൊക്കെ ആയിരിക്കും. കഥയില്ലാത്തത് സയൻസിൽ ഒക്കുന്നില്ലത്. സയൻസ് അല്ല, അത് സയൻസ് ഇല്ല, അതിൽ സയൻസ് ഇല്ല. രണ്ടാമത് നഭാതി. ചിലരുണ്ടല്ലോ ഇതിലൊക്കെ വിശ്വാസമുണ്ട്. കാരണം എന്ന് വെച്ചാൽ വീട്ടിലെ അച്ഛനും അപ്പനും ഒക്കെ ഈ രൂപത്തിലൊക്കെ വന്നവരാണ്. അവരിൽ ഒരുപാട് പ്രത്യേകതകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിലൊക്കെ എന്തോ കാര്യങ്ങളുണ്ടെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അനുഭവമില്ല. എനിക്കതിന് അനുഭവമില്ല. അതിനൊക്കെ ഇല്ലെന്ന് ഞാൻ പറയില്ല, അതുകൊണ്ട് കേട്ടോ. ഈ 2 രൂപത്തിലാണ് ഈ ആവരണ ശക്തി ഇതിൽ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് പറഞ്ഞു തരാം. പിടികിട്ടിയ ഒന്ന് പറയണം. പിടികിട്ടിയെങ്കിൽ ഒന്ന് പറയണം. എനിക്ക് അതിൻ്റെ നിങ്ങൾ പിടികിട്ടിയ രൂപം എന്താണെന്ന് മനസ്സിലാക്കി. 2 ശക്തിയാണ് മായയിൽ നിന്ന് വെളിപ്പെട്ടത്. അതിൽ ഒന്ന് വിക്ഷേപം, ഒന്ന് ആവരണം. ആദ്യം വന്നത് ആവരണമാണ്. ഈ ആവരണം എന്ത് ചെയ്തു? അതിൻ്റെ സ്വരൂപത്തെ പൂർണ്ണമായി മറച്ചു കളഞ്ഞു. വിക്ഷേപം എന്ന് പറയുന്നത് അതിന് തേടിയുള്ള, അതാണ് സുഖാന്വേഷണം. അത് ലോകവസ്തുക്കൾ ഇവിടെ പോയി സുഖം, അവിടെ പോയ സുഖം, ഇങ്ങനെ പരിധി നടക്കുന്നില്ല. അതിന് വിക്ഷേപം എന്ന് പറയുന്നത് സുഖാന്വേഷണമാണ് വിക്ഷേപമായിട്ട് നിൽക്കേണ്ടത്. പക്ഷെ അതിന് കാരണം എന്തിനാണ്? ഈ ആവരണമാണ്. ആ ആവരണത്തിൻ്റെ പ്രകൃതം പറയുന്നു നാസ്തി നഭാതി എന്നുള്ള രൂപത്തിൽ ഇതിനെ മറച്ചുള്ളത്. ഭൂരിപക്ഷ ആളുകൾക്ക് നാസ്തിയാണ്. അതുകൊണ്ടാണ് നാസ്തികന്മാരാണ് കൂടുതലും പറയുന്നത്. അങ്ങനെ ഒന്നില്ല മിസ്റ്റർ. ഇനി മറ്റേ കൂട്ടരുണ്ട്, അവരും കുഴപ്പക്കാരാണ്. അവർ പറയും ഉണ്ടായിരിക്കും, പക്ഷേ എനിക്ക് അനുഭവമില്ല, ഇതൊന്നും കഥയില്ലെന്നുള്ള രൂപത്തിൽ തന്നെ അതും പറയും. ഈ 2 രൂപത്തിലും മനസ്സ് ഇതിനെ മറച്ചു കളയും. ഇതാണ് ആവരണ ശക്തി. ഇതിനെയാണ് എടുത്തു കളയാൻ പറയുന്നത്. ഇതിൽ കഥയുണ്ടെന്ന്, ഇതെല്ലാം മഹത്തുക്കൾ പറഞ്ഞ പരമസത്യങ്ങളാണെന്ന് ദൃഢമായി ധരിക്കണം. ധരിച്ചാൽ മാത്രമേ ഇതിനെയൊക്കെ മാറ്റാൻ പറ്റൂ. അല്ലെങ്കിൽ ഒരു എന്നുള്ള ഒരു രൂപത്തിൽ ഇതിരിക്കും. ഒരു പ്രയോജനവും ഇല്ല. അവർക്ക് ഒരു പ്രയോജനവും ഇല്ല. ഇത് തർക്കിക്കാനും പോകില്ല. ഇരിക്കട്ടെ, ഉണ്ട്, ഞാനത് നിഷേധിക്കുന്നില്ല മിസ്റ്റർ, ഇരിക്കട്ടെ. അതും ഒരു തരത്തിലുള്ള ഒരു രൂപമാണ്. എന്തുകൊണ്ട്? മറ്റവൻ ഇരിക്കുകയാണ് അഹങ്കാരം. അതിൻ്റെ കാരണം എന്തിനാണ്? കുറച്ച് പണമുണ്ട്, അച്ഛൻ സമ്പാദിച്ച കുറേ വസ്തുക്കൾ അവിടെ ഉണ്ട്, അതിൻ്റെ ഒരു ഗർവം, ഒരു ഹുങ്കിരിക്കുകയാണ് ഉള്ളിൽ. ഞാൻ മോശക്കാരനൊന്നും അല്ല, അതാണ് ഭാവമായി. ഈ ഭാവമാണ് മറ്റേ 2 പേരെ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇവരെ വീണ്ടും വീണ്ടും ഇതിലേക്ക് പ്രവൃത്തി എടുക്കുന്നതിലൊക്കെ ആക്കി കളയും. എത്ര പെട്ടെന്നാണ് ഭഗവാൻ ഇത് ചെയ്യാൻ പറ്റുന്നത് അല്ലേ?
വലിയ പണക്കാരെല്ലാം പിച്ചക്കാരാവും, പിച്ചക്കാരൊക്കെ പണക്കാരാവും. ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഭഗവാന്റെ ഇതിലേക്ക് പ്രവൃത്തി വരാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കിക്കോളും. ഇങ്ങനെയാണ് ഈ പറഞ്ഞു വന്നത്. ഈ ജ്ഞാനികളെയും ഈശ്വരനെ ഒഴിച്ച് എല്ലാവരെയും അവരുടെ ഒരു പറഞ്ഞിരിക്കുന്നത് ആ ജ്ഞാനത്തിനെ കുരുടാക്കി കളഞ്ഞു, ആ ജ്ഞാനദൃഷ്ടിയെ ഇല്ലാതാക്കി കളഞ്ഞു. ഉണർവിഴി കുരുടാൻ വണ്ണം, എല്ലാവരും കുരുടന്മാരാണ്. അതുകൊണ്ടാണ് ആർക്ക് സ്വരൂപത്തെ അറിയാൻ പറ്റാത്തത്. ഉള്ളത്ത് ഉണർവിഴി അന്ധകരണത്തിൻ്റെ ജ്ഞാനദൃഷ്ടി കുരുടാൻ വണ്ണം, കുരുടാക്കുന്ന വിധം വാനിലം, ആകാശം, ഭൂമി, ദിക്കുകൾ ഇവയെ കണ്ണിന് കാണാൻ കഴിയാത്ത പോലെ മറച്ചു കളയും. മഴ ദിശ ഇരുൾ പോൽ മൂടും, മഴക്കാലത്ത് രാത്രി ഇരുട്ട് പോലെ മറയ്ക്കും. കാരണം ഈ ഇരുട്ട് മാത്രമല്ല, മഴക്കാറുണ്ടെങ്കിലോ, മഴക്കാറും രാത്രിയും അമാവാസിയും കൂടെ ആണെങ്കിലോ ആ ഇരുട്ടിൻ്റെ ശക്തിയെ പറയുന്നു. അത്രയ്ക്ക് കഠിനമായിട്ട് ഒന്നും അറിയാൻ ഒക്കാത്ത ഒരു നിലയിലേക്ക് ആക്കിക്കളെ. ഇതിനെയാണ് ഈ പറയുന്ന ആവരണ ശക്തി ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ്? ഒരുപോലും വെളിച്ചമില്ല, ഒന്നും അറിയാൻ ഒക്കില്ല. ഈ രൂപത്തിലാണ് നമ്മളെ ഈ അജ്ഞാനികൾ ഈ ഇതിലിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് എത്ര പറഞ്ഞാലും അവർക്കത് അംഗീകരിക്കാൻ പറ്റില്ല. അതേസമയം ഒരു ചെറിയ പുണ്യശാലികൾക്കാണ് ഇതിലേക്ക് പ്രവൃത്തി വരുന്നത്. അവരെയാണ് അധികാരി പുരുഷന്മാരെന്ന് പറയുന്നത്. ഇതിലേക്ക് പ്രവൃത്തി വരികയെന്ന് വെച്ചാൽ ചെറുതല്ല, എത്രയോ ജന്മങ്ങളിൽ ചെയ്ത സുഹൃത്തങ്ങളുടെ ഫലമായിട്ടാണ് പോലും ഇതിലേക്ക് പ്രവൃത്തി ഉണ്ടാവുന്നത് ഒരാൾക്ക്.